ജൂലൈ മാസത്തെ നമ്മൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ദ മന്ത് ഓഫ് സൂപ്പർ നാച്ചുറൽ എംപവർമെൻറ്റ് എന്നാണ്. എന്ന് വെച്ചാൽ അസാധാരണ ശക്തീകരണത്തിൻ്റെ മാസമാണ്. ഇതിൻ്റെ പ്രാവചനിക പ്രഖ്യാപനങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. എൻ്റെ മലയാളം സൈഡ് വായിക്കാം. അംബ്രോസ് എല്ലാവരും ചേർന്ന് ഈ മാസം കർത്താവിൻ്റെ സാക്ഷിയാകുവാൻ അവിടുന്ന് എന്നെ ശക്തനാക്കുന്നു. എൻ്റെ വിളിയിൽ ഫലപ്രദമായി ശുശ്രൂഷിക്കുന്നതിനായി ഞാൻ അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിനെ ഉയർപ്പിച്ച ആത്മാവ് എനിക്കും ജീവൻ നൽകുന്നു. ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ ഞാൻ പ്രാപിക്കുന്നു. പാപത്തിൻ്റെയും ഭയത്തിൻ്റെയും മേൽ അസാധാരണമായ അധികാരത്തോടെ ഞാൻ നടക്കുന്നു. ഈ സീസൺ എല്ലാ സൽപ്രവൃത്തികൾക്കുമായി ഞാൻ സജ്ജനായിരിക്കുന്നു. ഓരോ ദിവസവും ഞാൻ വിജയകരമായ ഒരു ജീവിതം നയിക്കും. അപ്പോസ്തല പ്രവൃത്തികൾ 1:8 ഈ മാസത്തെ തീം വേഴ്സ്. ഇതാണ് ബ്ലെസ്സിങ് ടുഡേയുടെ തീം വേഴ്സ്. നമ്മുടെ വെബ്സൈറ്റ് എടുത്താൽ എവിടെ ചെന്നാലും നമ്മുടെ പ്രധാനമായ നമ്മുടെ മിനിസ്ട്രിയുടെ തന്നെ ആധാരവാക്യം അപ്പോസ്തല പ്രവൃത്തികൾ 1:8 ചേർന്ന് വായിക്കാം. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിൽ എല്ലായിടത്തും ശമര്യയിലും ഭൂമിയുടെ അറ്റത്തോളവും എൻ്റെ സാക്ഷികളാകും എന്ന് പറഞ്ഞു. ഒരു കോടതിയിലും സാക്ഷി പറയാൻ പോയില്ലേലും ഭൂമിയുടെ അറ്റത്തോളം യേശുവിൻ്റെ സാക്ഷിയാകാൻ ഒരു കൃപ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ലഭിച്ചിരിക്കുന്നു. അതിന് മുമ്പ് കർത്താവ് പറഞ്ഞു, എന്ത് ലഭിക്കണം? ശക്തി ലഭിച്ചിട്ട് സാക്ഷിയായാൽ മതി, ശക്തിയില്ലാതെ സാക്ഷിയാകണ്ട. ജൂലൈ മാസത്തിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാ ബ്ലെസ്സിങ് ടുഡേ സഭകളിലുമുള്ള കണക്ട് ചെയ്ത് നിൽക്കുന്ന ലോകമെമ്പാടുമുള്ള എല്ലാവർക്കും പരിശുദ്ധാത്മാവിൻ്റെ ശക്തി പ്രാപിക്കുവാനുള്ള ഒരവസരമാണ്. 5-ാം ദിവസമാണ്. ബാക്കി ഇനി 31 വരെയുള്ള ദിവസങ്ങളിൽ ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ പരിശുദ്ധാത്മശക്തി കർത്താവ് എല്ലാവർക്കും നൽകാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ ഇന്നത്തെ സന്ദേശം റിസീവ് പവർ, ശക്തി പ്രാപിക്കുക. എഴുതുക, വാഗൊണ്ട് പറയുക, ശക്തി പ്രാപിക്കുക. എഴുതി കഴിഞ്ഞ് പേന എടുത്തിട്ട് അടുത്ത ആളോട് പറയുക, ശക്തി പ്രാപിക്കുക. ശക്തി പ്രാപിക്കുക. അനേക നൂറ്റാണ്ടുകളായി മനുഷ്യൻ്റെ ഒരു ആഗ്രഹമായിരുന്നു പറക്കണം, പക്ഷികൾ പറക്കുന്ന പോലെ പറക്കണം. അതിനുവേണ്ടി പലരും പല ശ്രമങ്ങളൊക്കെ നടത്തി. അതിൽ ചിലർ കൃത്രിമ ചിറകുകൾ ഉണ്ടാക്കി, മരം കൊണ്ടുണ്ടാക്കി, മെഴുകു കൊണ്ടുണ്ടാക്കി, പലവിധ വസ്തുക്കൾ കൊണ്ട് ചിറകുകളുണ്ടാക്കി പറക്കാനുള്ള ശ്രമമൊക്കെ നടത്തി. അതിൽ ചിലർ സെക്കൻഡുകൾ പറന്നു, അതിനുശേഷം താഴേക്ക് വീണു. അവസാനം 1800കളുടെ അവസാനം ഓട്ടോ ലിലിയൻതൾ എന്ന് പറയുന്ന ഒരാൾ ആദ്യമായി ഒരു ഗ്ലൈഡറിൽ പറന്നു. ഗ്ലൈഡർ കേട്ടിട്ടുണ്ടോ? ഗ്ലൈഡർ എന്ന് പറയുന്നത് വെച്ചാൽ കാറ്റിൻ്റെ ശക്തിയിൽ ഗ്ലൈഡ് ചെയ്ത്, അത് പറക്കലല്ല വാസ്തവത്തിൽ, ഈ വിൻഡ് വരുമ്പോൾ ഒരു ലിഫ്റ്റ് കൊണ്ട്, ഇതാണ് ഗ്ലൈഡർ. നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാം. അതിൽ കാറ്റടിക്കുന്ന സമയത്ത് അതിലൊരാളെ കണ്ടോ? അതാണ് ഓട്ടോ ലിലിയൻതൾ എന്ന് പറയുന്ന ആൾ. അദ്ദേഹം കാറ്റിൻ്റെ ശക്തിയിൽ കുറേ ഇങ്ങനെ, അതായത് നേരെ അടിച്ചു വീഴുന്നില്ല, സ്ലോവിൽ വീഴുന്നു, അത്രേ ഉള്ളൂ. പതുക്കെ വന്ന് എവിടെയെങ്കിലും ലാൻഡ് ചെയ്യും. ഇങ്ങനെ അങ്ങ് പോയി. 1903 ആയപ്പോൾ കുറച്ചുകൂടി വ്യത്യാസം വന്നു. 1903 ഡിസംബർ 17 നിങ്ങൾ കേട്ടിട്ടുള്ളതുപോലെ റൈറ്റ് സഹോദരന്മാർ, ഞാൻ കേട്ടിട്ടുള്ളത് ഒരു ബിഷപ്പിൻ്റെ മക്കളാണ്, റൈറ്റ് സഹോദരന്മാർ, ഓർവിൽ ആൻഡ് വിൽബർ എന്നാണ് എൻ്റെ ഓർമ്മ. അത് നിൽക്കുന്ന 2 പേര് കണ്ടോ? അവരാണ് ആദ്യമായി ഒരു എൻജിൻ വെച്ച് 120 അടിയോളം പറന്നു. നോർത്ത് കരോളിനയിൽ ഒരു ബീച്ചിലാണ് ഈ സംഭവം. അതോടുകൂടെ മനുഷ്യ ചരിത്രം മാറി.
മറ്റതൊക്കെ വിൻഡിൻ്റെ കരുണയിൽ കുറേ നേരം ഇങ്ങനെ ഗ്ലൈഡ് ചെയ്ത് നടക്കുക എന്നുള്ളത് മാത്രം ഉണ്ടായിരുന്നു. പക്ഷെ ഇതല്ല, സ്വന്തമായി എനർജിയോടുകൂടെ മുന്നിലേക്ക് പോയി. ഇവിടെ വ്യത്യാസം വന്നത് എന്തിലായിരുന്നു? അകത്ത് തന്നെ വെച്ചിട്ടുള്ള ഒരു എൻജിൻ, ഒരു പവർ എൻജിനുണ്ട്. ആ പവർ എൻജിൻ ഇതിനെ മുന്നിലേക്ക് കൊണ്ടുപോയി. അതിനെയാണ് ത്രസ്റ്റ് എന്ന് പറയുന്ന. എയറോഡൈനാമിക്സിൽ ത്രസ്റ്റ് എന്നാണ് അതിനെ പറയുന്നത്. ലിഫ്റ്റ് ഉണ്ട്, ത്രസ്റ്റ് ഉണ്ട്, വെയിറ്റ് ഉണ്ട്, ഡ്രാഗ് ഉണ്ട്. ഈ 4 കാര്യങ്ങളാണ് എയറോഡൈനാമിക്സിൽ വരുന്നത്. പക്ഷികളെ നോക്കിയാണ് ഇതൊക്കെ ആളുകൾ പഠിച്ചത്. ദൈവം ഉണ്ടാക്കിയ പക്ഷികളെ നോക്കി മനുഷ്യരിതെല്ലാം പഠിച്ച് ഇന്ന് പറക്കുന്ന വിമാനങ്ങൾ എത്രയോ മണിക്കൂറുകൾ, എത്രയോ വലിയ ഭാരം എടുത്തുകൊണ്ട് എത്രയോ യാത്രക്കാരെ കൊണ്ട് ആകാശക്കപ്പലായി പറക്കുന്നു. പക്ഷെ അതിനകത്ത് പവർ നൽകുന്നൊരു സാധനമുണ്ട്. അതെന്താണ്? അതിൻ്റെ എൻജിൻ. പല വിമാനങ്ങൾക്ക് ഇരട്ട എൻജിനുകളാണുള്ളത്. ഒരെണ്ണമെങ്ങാലും അഥവാ പോയാലും മറ്റേതുണ്ടായിരിക്കും. ഓൾറൈറ്റ്. കർത്താവ് പറഞ്ഞു, നിങ്ങൾക്ക് ഞാൻ ഇതുപോലൊരു എൻജിൻ ഫിറ്റ് ചെയ്യാൻ പോവുക. ഗ്ലൈഡ് ചെയ്ത് നടക്കാനല്ല, ശക്തിയിൽ പറക്കാൻ, ഉയരത്തിൽ പറക്കാനുള്ള എൻജിൻ എല്ലാവർക്കും ഞാൻ പിടിപ്പിച്ചു തന്നേക്കാം. അതാണ് അപ്പോസ്തലപ്രവൃത്തികൾ 1:8 പറയുന്നത്. നിങ്ങൾ കാത്തിരിക്കുക, ഉയരത്തിൽ നിന്നും ഈ എൻജിൻ വന്ന് നിങ്ങളുടെ അകത്ത് ഫിറ്റാവും. ഹല്ലേലൂയ. ഈ ശക്തി വന്നു കഴിഞ്ഞാൽ ലോകത്തിൻ്റെ അറ്റം വരെ പറക്കാം. ലോകത്തിൻ്റെ അറ്റം വരെ നിങ്ങൾ എൻ്റെ സാക്ഷികളാവും. എനിബഡി ഇൻട്രസ്റ്റഡ്? ഉടൻ തന്നെ ആളുകൾ ചിന്തിക്കും, അത് ഇതുപോലെ സുവിശേഷകർക്ക് വേണ്ടി വിളിക്കപ്പെട്ട കുറേ ദേവദാസന്മാർക്കുള്ളതാണ് ഈ ശക്തി. അങ്ങനെയല്ല. അന്നത്തെ ദിവസം ഇത് കർത്താവ് ഇത് പറഞ്ഞപ്പോൾ പലരോട് പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞു. 12 ശിഷ്യന്മാരോട് മാത്രമല്ല ഇത് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ മാളിക മുറിയിൽ 12 ശിഷ്യന്മാർ മാത്രമേ ഉണ്ടാവുകയുള്ളായിരുന്നു. പക്ഷെ 120 പേര് കൂടി. എന്നാൽ കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്നത്, ഒരു സമയത്ത് യേശു 500ഓളം ശിഷ്യന്മാർക്ക് ഒരുമിച്ച് പ്രത്യക്ഷനായി. ചില സമയത്ത് 10 പേർക്ക്, ചില സമയത്ത് തോമസുകളിൽ 11 പേർക്ക്, ചില സമയത്ത് 7 പേർക്ക്. ആദ്യം പ്രത്യക്ഷനായത് സ്ത്രീകൾക്ക്, 2 സ്ത്രീകൾ. എന്നാൽ ഒറ്റയടിക്ക് 500 പേർക്ക്, ഇപ്പം ഇങ്ങനെ ഇരിക്കുമോ, 500 പേരുടെ മുമ്പിൽ യേശു ഉയർത്തെഴുന്നേറ്റ് യേശു എന്ന് പ്രത്യക്ഷനായി. പറയുന്നത് ഇങ്ങനെയാണ്, ഇവരോടെല്ലാം പറഞ്ഞു. എന്ത് പറഞ്ഞു? നിങ്ങൾ കാത്തിരുന്ന് ശക്തിയെ പ്രാപിച്ചിട്ട് എന്ത് ചെയ്യുക? എൻ്റെ സാക്ഷികളാകുക. പക്ഷേ ആകെ 120 പേരെ വന്നുള്ളൂ. 380 പേര് വന്നില്ല. 380 പേർക്ക് ഇത് നഷ്ടമായി. പിന്നീട് അവർ വന്ന് പ്രാപിച്ചു കാണാൻ പറഞ്ഞുകൂടാ. 120 പേർ പറഞ്ഞതുപോലെ അനുസരിച്ചു. അതിനകത്ത് യേശുവിൻ്റെ അമ്മ മറിയ വരെ ഉണ്ടായിരുന്നു, സ്ത്രീകളുണ്ടായിരുന്നു, കുട്ടികളുണ്ടായിരുന്നു. എല്ലാവരുടെ മേലും അഗ്നിനാവുകൾ വന്ന് പതിഞ്ഞു. അതിൻ്റെ അർത്ഥം സ്പെഷ്യലായി വിളിക്കപ്പെട്ട പാസ്റ്റേഴ്സിനോ സുവിശേഷകർക്കോ അപ്പസ്തോലന്മാർക്കോ മാത്രമുള്ളതല്ല ഈ ശക്തി, എല്ലാവർക്കും ഉള്ളതാണ് ഈ ശക്തി. മനസ്സിലായവർ മാത്രം കൈകൾ അടിച്ച് വിശ്വസിച്ച് ഇപ്പോഴേ ഇരുന്നിരിപ്പിൽ തന്നെ ഈ ശക്തി സ്വീകരിക്കാൻ തുടങ്ങുക. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്. ഈ ശക്തി എന്ന് പറയുന്ന ഈ വാക്ക് അപ്പോസ്തലപ്രവൃത്തിയിൽ 1:8 നമ്മൾ പറഞ്ഞത്. അവിടെ ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്ന ഡുനാമിസ് എന്നുള്ളൊരു വേർഡാണ്. എല്ലാവരും ഉറക്കെ പറയാമോ? ഉറക്കെ പറയാം. ഡുനാമിസ്. ഈ ഡുനാമിസ് എന്നുള്ള വാക്കിൽ നിന്നാണ് ഡൈനമിറ്റ് വന്നത്, ഡൈനമോ വന്നത്. ഇതെല്ലാം അതിൽ നിന്നാണ്. വാസ്തവത്തിൽ ഇതെന്താണ്? ശക്തി, സ്ഫോടകാത്മകമായ ശക്തിയാണ് ഡുനാമിസ്. പൊട്ടിത്തെറിക്കുന്ന ശക്തി എന്ന് വേണമെങ്കിൽ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. എക്സ്പ്ലോസീവ് പവറാണ് ഡുനാമിസ്. അപ്പോസ്തലപ്രവൃത്തികൾ ഇത് 10 പ്രാവശ്യം വാക്ക് വരുന്നുണ്ട്. ഞാൻ വേഗത്തിലൊന്ന് പറയാം. അപ്പോസ്തലപ്രവൃത്തികൾ 1:8 പറയുന്നുണ്ട്, 2:12 പറയുന്നുണ്ട്, 2:22, 3:12,
4:7, 4:33, 6:8, 8:10, 8:13, 10-ാം അധ്യായം 38-ാമത്തെ വചനത്തിൽ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാലും ശക്തിയാലും, അവിടെ എന്താണ്? ഡുനാമിസ്. യേശുവിൻ്റെ മേൽ എന്തുണ്ടായിരുന്നു? ഈ ശക്തി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ശക്തി അവനിൽ നിന്നും പുറപ്പെട്ടു. സാധാരണ ബലഹീനരായ വിശ്വാസികളെ പൊട്ടിത്തെറിക്കുന്ന ഡുനാമിസ് പവർ കൊണ്ട് ശക്തരാക്കി മാറ്റാനാണ് സ്വർഗത്തിൽ നിന്നും പരിശുദ്ധാത്മാവ് പെന്തക്കോസ്ത് നാളിൽ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. ഗുഡ് ന്യൂസ്, ഈ പരിശുദ്ധാത്മാവ് ഇന്ന് വരെ സ്വർഗത്തിലോട്ട് തിരിച്ചു പോയിട്ടില്ല. യേശു സ്വർഗാരോഹണം ചെയ്തു. അതിൻ്റെ അർത്ഥം ഭൂമിയിലേക്ക് വന്ന യേശു തിരിച്ചുപോയി. പരിശുദ്ധാത്മാവ് ഇന്ന് വരെ പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ട്. അതിൻ്റെ അർത്ഥം ഇന്ന് ജൂലൈ 5-ാം തീയതിയും ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആർക്ക് വേണമെങ്കിലും സ്വീകരിക്കാം. താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് താല്പര്യമുണ്ട് ഇന്ന് തിരിച്ചു പോകുമ്പോൾ കുറച്ച് വചനം മാത്രം കേട്ടിട്ട് പോകല്ല, ശക്തിയുടെ നിറവോടെ യേശു ഗലീലയിലേക്ക് ആത്മാവിൻ്റെ ശക്തിയോടെ മടങ്ങി എന്നതുപോലെ ഇന്ന് ബ്ലെസ്സിംഗ് ടുഡേയിലും ജനം ഭവനത്തിലേക്ക് ശക്തിയോടെ മടങ്ങുക. റെഡിയായിക്കോ, റെഡിയായിക്കോ. ഹല്ലേലൂയ. സുവിശേഷങ്ങൾ പഠിക്കുമ്പോൾ 4 സുവിശേഷങ്ങളൂടെ ചേർത്ത് വെച്ച് അതിനകത്ത് സ്നേഹം എന്നുള്ളൊരു വാക്ക് പെറുക്കുക. മത്തായിയിൽ നിന്ന് പെറുക്കുക, മർക്കോസിൽ നിന്ന് പെറുക്കുക, ലൂക്കോസ്, യോഹന്നാൻ, എല്ലാ സുവിശേഷങ്ങളും സ്നേഹം എന്നുള്ള വാക്ക് മാത്രം പെറുക്കുക. എത്ര പ്രാവശ്യം ഉണ്ടെന്നറിയാമോ? 100 പ്രാവശ്യം. 100 പ്രാവശ്യം സ്നേഹം പറഞ്ഞിട്ടുണ്ട്. എവിടെ? ഇവിടെ. അപ്പസ്തോല പ്രവൃത്തി എടുത്തിട്ട് സ്നേഹം പെറുക്കുക. 1 മുതൽ 28 അധ്യായങ്ങൾ വരെ സ്നേഹം പെറുക്കിയാൽ എത്ര പ്രാവശ്യമുണ്ട്? 0. ഒറ്റ പ്രാവശ്യം പോലും പറഞ്ഞിട്ടില്ല. പക്ഷെ ശക്തി 10 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് സ്നേഹമില്ലാത്ത പുസ്തകമാണോ അപ്പോസ്തല പ്രവൃത്തികൾ? അല്ല. ഇറ്റ് ഈസ് ലവ് ഇൻ ആക്ഷൻ. ലിയയാണത്, ലിയ. സ്നേഹം പ്രവൃത്തിയിലേക്ക് വന്ന പുസ്തകമാണ് അപ്പോസ്തല പ്രവൃത്തികൾ. സ്നേഹം സ്നേഹം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ല, അത് പ്രവൃത്തിയിലേക്ക്. അതുകൊണ്ടാണ് അതിൻ്റെ ആക്ട്സ് ഓഫ് ദി അപ്പോസിൽസ് എന്ന് പറയുന്നത്. അവർ പ്രവർത്തിച്ചതാണ്. എത്ര പേർ ഇവിടെ വെറും വിശ്വാസികളായി ഇരിക്കാതെ വിശ്വാസം പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ, വെറും സ്നേഹിക്കുന്നു എന്ന് പറയാതെ സ്നേഹം പ്രവൃത്തിയിൽ കൊണ്ടുവരാൻ ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? അവർക്കാണ് ഈ ശക്തി കർത്താവ് ഇന്ന് പകരാൻ പോകുന്നത്. അടിച്ചോ? നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ. സർവ്വസഭകളിലുമുള്ള എല്ലാവരും നിറയട്ടെ. സ്റ്റേജിലിരിക്കുന്നവർ, ജനങ്ങൾക്ക് മധ്യത്തിൽ, ഓൺലൈനിൽ കാണുന്നവർ, മീഡിയയിലുള്ളവർ, എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തി ഇന്ന് നിറയാൻ തുടങ്ങട്ടെ, തുടങ്ങട്ടെ. ഹല്ലേലൂയ. അടുത്ത ആൾ പറയാ, നോ പവർ നോ ആക്ഷൻ. എൻ്റെ അർത്ഥം ശക്തിയില്ലെങ്കിൽ പ്രവൃത്തിയുമില്ല. ശക്തി വന്ന ശേഷമാണ് എന്ത് സംഭവിച്ചത്? അപ്പോസ്തല പ്രവർത്തനങ്ങളിലെ പ്രവർത്തനങ്ങൾ നടന്നത്. കർത്താവ് പ്രത്യേകിച്ച് വാണിംഗ് കൊടുത്തിരുന്നു, ശക്തി കിട്ടാതെ നിങ്ങൾ ഈ പണിക്ക് പോകരുത്. അതുകൊണ്ട് ഉയരത്തിൽ നിന്നുള്ള ശക്തി വരുവോളം നഗരത്തിൽ പാർക്കുക. ഓടരുത്, ധൃതി വെക്കരുത്. ഇവിടെ ഇരിക്കുന്ന ജനത്തോട് പരിശുദ്ധാത്മാവ് പറയുന്നു, ശക്തി നിൻ്റെ മേൽ പകർന്നു കിട്ടുവോളം ഒന്നും ചെയ്യണ്ട. പക്ഷെ ശക്തി കിട്ടിയാൽ അടങ്ങിയിരിക്കുകയും ചെയ്യരുത്. കൈകളെ ഉയർത്തി ഒന്ന് പ്രാർത്ഥിച്ചേ. ചില നിമിഷങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക. കർത്താവേ, ശക്തിയും കൊണ്ട് ഞാൻ ഇന്ന് മടങ്ങും, ശക്തിയും കൊണ്ട് ഞാൻ മടങ്ങും. ഹല്ലേലൂയ. Thank you, Jesus. Hallelujah.
ഞാൻ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി പറയുന്ന നമ്പൂർ ബ്രദർ, സൈത്ത് ബ്രദർ, എല്ലാ ശുശ്രൂഷകരും കേൾക്കുക. ഇന്നത്തെ ആരാധനയിൽ ഏതൊക്കെയോ ബ്ലെസ്സിങ് ടുഡേ സഭകളിൽ ഇവിടെ ഉൾപ്പെടെ സാധാരണ ഒന്നും ഇതുവരെ ഒരു ചരിത്രവും കേട്ടിട്ടില്ലാത്തവരെ പോലും പെട്ടെന്ന് ഫ്ലിപ്പ് ചെയ്യുന്നത് പോലെ മറിച്ച് പെട്ടെന്ന് അവരുടെ രീതികൾ മാറുന്നു. പരിശുദ്ധാത്മശക്തിയാൽ ചില സ്ത്രീകളെ, ചില പുരുഷന്മാരെ, ചരിത്രത്തിൽ ആരും ചെയ്തിട്ടില്ലാത്ത ചിലത് ദൈവത്തിന് വേണ്ടി ചെയ്യാൻ നിയോഗിക്കപ്പെട്ട ഒരു ഞായറാഴ്ചയാണ് ജൂലൈ 5. ഞാൻ ഈ പദങ്ങൾ പറഞ്ഞപ്പോൾ, അതായത് സാധാരണക്കാരെ അസാധാരണമായ രീതിയിൽ പരിശുദ്ധാത്മാവ് ശക്തിയിൽ ചിലത് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ അകത്തെന്തോന്ന് സ്പർശിച്ച, അല്ലെങ്കിൽ കണ്ണുനീർ പൊടിഞ്ഞ, ഒന്ന് സ്പർശിച്ചവരൊന്ന് കൈ ഉയർത്താം. അങ്ങനെ ഒരു ഇമോഷണൽ സ്റ്റെയറിംഗിൽ ഉണ്ടായവർ കൈ ഉയർത്തും. തുടർന്നുള്ള സമയത്ത് നിങ്ങൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം. Oh, hallelujah, hallelujah, hallelujah. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. 380 പേര് വന്നില്ല, 120 പേര് കാത്തിരിക്കുവാൻ കൂടി. 120 എന്ന് പറയുന്ന സംഖ്യയ്ക്കൊരു പ്രത്യേകതയുണ്ട്. അന്നത്തെ യഹൂദ പാരമ്പര്യം അനുസരിച്ച് ഒരു ടൗൺ ഫോം ചെയ്യണമെങ്കിൽ അതിൻ്റേതായ ഒരു കൗൺസിലോട്, ഭരണസമിതിയോടുകൂടെ ഒരു ടൗൺഷിപ്പ് ഫോം ചെയ്യണമെങ്കിൽ കുറഞ്ഞത് 120 പേര് വേണമെന്നാണ് യഹൂദ പാരമ്പര്യം. ഏതായാലും ഇവിടെ എന്തുണ്ട്? 120 പേര് വന്നിട്ടുണ്ട്. 2, മഹാനായ ശലോമോൻ രാജാവ് സോളമൻ ടെമ്പിൾ ഡെഡിക്കേഷൻ ദിവസം ഇനോഗറൽ സെറിമണി നടക്കുകയാണ്. ശലോമോൻ്റെ ദേവാലയം പ്രതിഷ്ഠിക്കുകയാണ്. ആ സമയത്ത് 120 പുരോഹിതന്മാരാണ് ശുശ്രൂഷയ്ക്ക് വേണ്ടി നിരന്നത്. അവർക്ക് ശുശ്രൂഷിക്കാൻ പറ്റിയില്ല, അത് വേറെ കാര്യം. എന്തുകൊണ്ട് ശുശ്രൂഷിക്കാൻ പറ്റിയില്ല? ടെമ്പിൾ ഇനോഗ്രേഷൻ നടക്കുമ്പോൾ, നേരെ ഇരുന്നേ, ദേവാലയത്തിൻ്റെ പ്രതിഷ്ഠാകർമ്മം നടക്കുന്ന സമയത്ത് പെട്ടെന്ന് കർത്താവ് അങ്ങോട്ട് ഇറങ്ങി വന്നു. അവൻ്റെ ഷെഖൈന ഗ്ലോറി, തേജസ്സിൻ്റെ മേഘം ദേവാലയത്തിൻ്റെ അകത്തേക്ക് വന്ന് നിറഞ്ഞു. നോക്കുമ്പോൾ 120 പുരോഹിതന്മാർ സാഷ്ടാംഗം വീണ് കിടക്കുകയാണ്. അവിടെ ഇരിക്കുന്ന പുരോഹിതന്മാർക്ക് അവരുടെ തേജസ് നിമിത്തം ശുശ്രൂഷിക്കാൻ കഴിഞ്ഞില്ല. അത് പഴയ നിയമത്തിലെ ദേവാലയത്തിൻ്റെ ഇനോഗ്രേഷൻ. ഇത് പുതിയ നിയമത്തിലെ സഭയുടെ ഇനോഗ്രേഷൻ നടക്കുക. ആ ദേവാലയം അപ്പുറത്ത് ഇരിപ്പുണ്ട്. ഹലോ, ആ ദേവാലയം അപ്പുറത്തുണ്ട്. പക്ഷെ അവിടെ അല്ല ഇറങ്ങിയത്, ഒരു വീട്ടിലാണ് ഇറങ്ങിയത്, ഒരു മാളിക മുറിയിലാണ് ഇറങ്ങുന്നത്. അതിൻ്റെ അർത്ഥം ദൈവം തൻ്റെ വാസം ഷിഫ്റ്റ് ചെയ്തു. ഈ പഴയ പരിപാടി എനിക്കിന് വേണ്ട. ഹെരോദാവ് 46 സംവത്സരം കൊണ്ട് പണിത ആർക്കിടെക്ചറൽ മാർവലാണ്, അതിഭയങ്കരമായ ദേവാലയമാണ്, എല്ലാം ശരിയാ. പക്ഷേ ഞാൻ നിർത്തി. ഞാൻ ദേവാലയത്തിനകത്ത് വസിക്കുന്നതിന് പകരം ഞാൻ ജനങ്ങളുടെ അകത്ത് വസിക്കാൻ ആഗ്രഹിക്കുന്നു. 120 തീനാവുകൾ അവരുടെ അകത്തേക്ക് ഇറങ്ങി, അവരിൽ വസിച്ചു, അവരോട് കൂടെ നടന്നു, അവർ പ്രവർത്തിച്ചു. നിങ്ങൾ കൈകൊണ്ട് പണിത ദേവാലയം എത്ര അമ്പര ചുംബിയായാലും,
എത്ര തങ്കം കൊണ്ട് പണിതാലും അതല്ല, ഞാൻ എൻ്റെ ജനങ്ങളുടെ അകത്ത് വസിക്കും. ഇതുവരെ ജനങ്ങളുടെ ഇടയിൽ വസിച്ചു, ഇനി ഞാൻ ഓരോരുത്തരുടെയും അകത്ത്. 120 പേർക്കും ഒരു അഗ്നിനാവ്. 12 അപ്പസ്തോലന്മാരുടെ തലയിൽ മാത്രമല്ല അഗ്നിനാവ് വന്നത്, അവിടെയുള്ള സ്ത്രീകളുടെ മേൽ വന്നു, കുട്ടികളുടെ മേൽ വന്നു, യുവതി യുവാക്കന്മാരുടെ മേൽ വന്നു, വൈയുവിൻ്റെ മേൽ വന്നു, ടീൻസ് ക്ലബിൻ്റെ മേൽ വന്നു, വണ്ടർ കിഡ്സിൻ്റെ മേൽ വന്നു, യേശുവിൻ്റെ അമ്മ മറിയുടെ മേൽ വന്നു. അടുത്തോളെ പിടിച്ച് കുലുക്കിയിട്ട് പറ, ശക്തി പ്രാപിക്കുക. ഓടി നടന്ന ചിലർക്ക് കൈ കൊടുത്തിട്ട് പറ, ശക്തി പ്രാപിക്കുക. ശക്തി പ്രാപിക്കുക, തിരിച്ചു പോകുന്ന പരിപാടിയില്ല. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തി പ്രാപിക്കുക, ശക്തി പ്രാപിക്കുക. ഈ ഞായറാഴ്ച അതിനുവേണ്ടി അങ്ങ് മാറ്റിയിട്ടേക്കുക. ബലഹീനതയിൽ ജീവിച്ചത് മതി. ഇവിടെ നോക്കുക, ഗ്ലൈഡറിന്റെ കാലം കഴിഞ്ഞു, ഇനി പറക്കാനുള്ള കാലമാണ്. ഗ്ലൈഡിംഗ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മുകളിൽ നിന്ന് പതുക്കെ 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 താഴേക്ക് ഇറങ്ങി ലാൻഡ് ചെയ്യുന്ന പരിപാടിയാണ്. എന്നാൽ പറക്കുമ്പോൾ എയർക്രാഫ്റ്റ് എന്ന താഴെ നിന്ന് മുകളിലോട്ട് പറന്ന ഉയരങ്ങളിലേക്ക് പോകുന്ന പരിപാടിയാണ്. അതിന് എൻജിൻ വേണം. കർത്താവ് പറയുന്നു, നിന്റെ മേൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ ശക്തി ലഭിച്ചിട്ട് ടേക്ക് ഓഫ്. ജെറുസലേം, യഹൂദ്യ, ശമരിയ, ലോകത്തിന്റെ അറ്റത്തോളം പോകാനുള്ള വിസ സ്റ്റാമ്പ് ചെയ്തിരിക്കുന്നു. ആകയാൽ ദുർബലൻ ഞാൻ ബലവാനായി, സാധു ഞാനും ധന്യനായി, സ്തുതിക്കാം ആയതാം ദുർബലൻ ഞാൻ ബലവാനായി, സാധു ഞാനും ധന്യനായി, യേശു എൻ്റെ രക്ഷകനായ, സ്തുതിക്കാം ആയതാം ദുർബലൻ ഞാൻ ബലവാനായി, സാധു ഞാനും ധന്യനായി, യേശു എൻ്റെ രക്ഷകൻ ആയതാം സ്തുതിക്കാം. And now let the weak say I am strong. Let the poor say I am rich, because of what the Lord has done for us. And now, and let the weak say I am strong. Let the poor say I am rich, because of what the Lord has done for us. Give thanks.
ഇനോഗ്രേഷൻ എങ്ങനെ ഇരിക്കും അതനുസരിച്ചാണ് ബാക്കി കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നത്. പഴയ നിയമത്തിൽ സോളമൻ ദേവാലയം ഡെഡിക്കേറ്റ് ചെയ്തപ്പോൾ അതൊരു ഭയങ്കര ഒരു സംഭവമായിരുന്നു. ചുമന്ന നാട കെട്ടി കത്രി കൊണ്ട് മുറിച്ച് ലഡു കൊടുത്തു വിടുന്ന പരിപാടിയല്ല അവിടെ നടന്നത്. കർത്താവ് അങ്ങ് ഇറങ്ങി വന്നു. കേട്ടില്ല. ടെമ്പിൾ ഡെഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ മഹത്വം ഇറങ്ങുന്നൊരു പരിപാടിയാണ്. ഇവിടെ ഇരിക്കുന്ന ടെമ്പിൾസ്, ദിസ് ഈസ് ദ ടെമ്പിൾ ഓഫ് ഗാഡ്. 1 കൊരിന്ത്യർ 3:16, 6:19 2 പറയുന്നു, നിങ്ങളുടെ ശരീരങ്ങൾ ദൈവത്തിൻ്റെ ആലയങ്ങളല്ലോ. ദിസ് ഈസ് ദ ടെമ്പിൾ ഓഫ് ഗാഡ്. സോളോമൻ പണിയുന്നതല്ല. അപ്പോസ്തല പ്രവൃത്തികൾ 17 പറയുന്നു, മനുഷ്യൻ കൈപ്പണിയായി നിർമ്മിച്ച ആലയങ്ങളിൽ ദൈവം ഇനിമേൽ വസിക്കുന്നില്ല. ആ കാലം കഴിഞ്ഞു, ആ കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ദൈവം കൈപ്പണിയായി ഉണ്ടാക്കിയ ആലയങ്ങളിലാണ് ഇന്നവൻ വസിക്കുന്നത്. ഒരാലയം കാണിച്ചു തരാമോ? അങ്ങനെ ദൈവം പണിത് ഒരാലയം കാണിച്ചു തരാമോ? കാണിച്ചു തരാം. ഇത് ദൈവമായി പണിതതാണ്. അതിലാണ് ഇന്ന് ദൈവം വസിക്കുന്നത്. നിങ്ങൾ ഈ ആരാധന കഴിഞ്ഞ് പുറത്തേക്ക് പോകുന്നത് ഓരോരുത്തരും ഓരോ ദേവാലയങ്ങളാണ്. യു ആർ ദ കത്തീഡ്രൽ, യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്, യു ആർ ദ ഹൗസ് ഓഫ് ദ ലിവിങ് ഗോഡ്. അവിടെ പറയുന്നത്, നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമെന്നും നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും പരിശുദ്ധാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ? ക്വസ്റ്റ്യൻ മാർക്കാണ്. അറിയണം. ഞാനൊരു ദേവാലയമാണ്, അറിയണം. ദൈവം എന്നിലാണ് വസിക്കുന്നത്. മനുഷ്യൻ കൈകൊണ്ടുണ്ടാക്കിയ കരിങ്കല്ല് കൊണ്ടോ ചെങ്കല്ല് കൊണ്ടോ തങ്കം കൊണ്ടോ മരം കൊണ്ടോ ഉണ്ടാക്കിയ ഒരു ദേവാലയത്തിലും ഒരാലയത്തിലും ഈ കാലഘട്ടത്തിൽ ദൈവം വസിക്കുന്നില്ല. പകരം മനുഷ്യരുടെ അകത്ത്, നമ്മുടെ അകത്ത് അവൻ വസിക്കുന്നു. അതുകൊണ്ടാണ് 120 പേരുടെ മേൽ 120 തീനാവുകൾ ഇറങ്ങി വന്നത്. എല്ലാവർക്കും കൂടി ഒന്നല്ല, 5 പേർക്ക് കൂടി ഒന്നല്ല, 12 പേർക്ക് കൂടി ഒന്നല്ല, ഓരോരുത്തർക്ക് ഓരോന്ന് കർത്താവ് കൊടുത്തു. അടിക്ക്. ഓരോരുത്തർ സ്വീകരിക്കുക, പ്രാപിക്കുക, ശക്തി പ്രാപിക്കുക. Receive power. Hallelujah, hallelujah. ചില കാര്യങ്ങൾ പെട്ടെന്ന് പറയാം. നമ്പർ 1, പവർ ഓവർ എഫേർട്ട്. നമ്മൾ ഒത്തിരി ഇങ്ങനെ എന്താ പറയുന്നത്, പരിശ്രമങ്ങളെക്കാൾ എന്ത് ചെയ്യുക, ശക്തിയാണ് ആവശ്യം. പവർ ഓവർ എഫേർട്ട്. ഒത്തിരി പേര് പരിശ്രമിക്കുകയാണ്. ഉദാഹരണത്തിന് പറഞ്ഞോട്ടെ, മറ്റുള്ളവരോട് കർത്താവിനെക്കുറിച്ച് പറയാൻ, സാക്ഷ്യം പറയാൻ, സുവിശേഷം പറയാൻ ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല, വിറക്കുവാണ്. മുട്ടുകാലുകൾ കൂട്ടായ്മ കൂടുന്നു, വിറവലാണ്. ആര് പറഞ്ഞു വിറക്കാൻ? ശക്തി ആദ്യം പ്രാപിക്കും, വിറവലം ക്യാൻസലാവും. ചിലരോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല. ആര് പറഞ്ഞു? നീയായിട്ട് തന്നെ കിടന്ന് ജനറേറ്റ് ചെയ്യാൻ. പരിശുദ്ധാത്മാവിൻ്റെ കൃപ വരുമ്പോൾ തന്നെ അങ്ങ് മറഞ്ഞു പോക്കോളും, മാഞ്ഞു പോക്കോളും. ശക്തി പ്രാപിക്കേ. ഹല്ലേലൂയ. ചിലർക്ക് പ്രലോഭനങ്ങളിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. ആര് പറഞ്ഞു? പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വരുമ്പോൾ ആത്മാവ് തന്നെ നിനക്കതിനുള്ള കൃപ നൽകി, ബലം നൽകി അതിനെ ഓവർകം ചെയ്യാൻ സാധിക്കും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് സഖറിയാവിൻ്റെ പുസ്തകത്തിൽ 4:6 കർത്താവ് പറഞ്ഞു, സൈന്യത്താലല്ല, ശക്തിയാലല്ല, എൻ്റെ ആത്മാവിനാലത്രേ. ഇത് പ്രവചിക്കുന്ന സമയത്ത്
സെറുബ്ബാബേൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ തോളിലാണ് ചുമതല. എന്തിൻ്റെ ചുമതല? ദേവാലയം പുതുക്കി പണിയുവാനുള്ള വലിയൊരു പ്രോജക്റ്റ് കിട്ടിയിരിക്കുക. എതിർപ്പുകൾ മാത്രമേ ഉള്ളൂ, റിസോഴ്സസ് ഇല്ല, പണിക്കാരില്ല. ഭയങ്കര പ്രശ്നത്തിൽ ഇങ്ങനെ തടയപ്പെട്ട് നിൽക്കുമ്പോഴാണ് പ്രവചന ശബ്ദം വരുന്നത്. സൈന്യം കൊണ്ടല്ല, ശക്തി കൊണ്ടല്ല, എൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഞാനിത് പണിയും. കൃപ കൃപ എന്ന ആർപ്പോടെ അതിൻ്റെ ആണിക്കല്ല് കയറും. അതായത് ഞാൻ തുടങ്ങി വെച്ച് ഞാൻ പൂർത്തിയാക്കും. എൻ്റെ ആത്മാവാണ് കാര്യം ചെയ്യുന്നത്. പരിശുദ്ധാത്മാവ് വന്നാൽ കാര്യങ്ങൾ എളുപ്പമായി. പരിശുദ്ധാത്മാവ് ഇല്ലാതെ ചെയ്താൽ ഊപ്പാട് വരും, പിറുപിറുപ്പ് വരും, കഷ്ടപ്പെട്ടു പോകും. ആര് പറഞ്ഞു അങ്ങനെ ചെയ്യാൻ? നഗരത്തിൽ കാത്തിരിക്കുക, എൻ്റെ ശക്തി നിങ്ങൾ എടുത്തുകൊണ്ട് പൊക്കോളും. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും പറഞ്ഞെന്ന് ഓർമ്മ, നമ്മുടെ ഈ നല്ലൊരു സ്പോർട്സ് കാർ ലംബോർഗിനി നല്ലതല്ലേ, അല്ലെങ്കിൽ വേറെ ഫോർമുല 1 സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. അതിൻ്റെ സീറ്റ് എന്നൊക്കെ പറഞ്ഞാൽ അതുപോലെ തിളങ്ങുന്ന നല്ല പെയിൻറ്റിങ്, ഹെഡ്ലൈറ്റ് എല്ലാം ഉണ്ട്. ബട്ട് ദർ ഇസ് നോ എൻജിൻ. ഷോ പീസായിട്ട് അവിടെ വെക്കാം, ഗരാജിൽ നിന്ന് പുറത്തെടുക്കണം, അവിടെ കിടന്നോളൂ. 1 മില്ലിമീറ്റർ പോവില്ലല്ലോ. ഇതാണ് ഇന്ന് പല വിശ്വാസികൾക്കും പറ്റിയിരിക്കുന്നത്. എല്ലാം ഉണ്ട്, പക്ഷേ എൻജിനില്ല, ഡ്രൈവില്ല, ത്രസ്റ്റില്ല, ലിഫ്റ്റില്ല. മുന്നിലേക്ക് ഈ സാധനം പോകണമെന്നുണ്ടെങ്കിൽ പവർ എൻജിനകത്ത് വെക്കണം. ആദ്യമായി ഉണ്ടാക്കിയ ഈ റൈറ്റ് സഹോദരന്മാരുടെ ആ എയർക്രാഫ്റ്റിനകത്ത് വെച്ച എൻജിന് 12 HP ആയിരുന്നു, ഹോഴ്സ് പവർ ആയിരുന്നു. ഇന്നത്തെയൊക്കെ ചിന്തിക്കാൻ പോലും പറ്റില്ല. അതുപോലെ 500 പേരൊക്കെ കൊണ്ടുപോകുന്ന ഫ്ലൈറ്റ് പോകുന്നു കണ്ടിട്ടുണ്ട്. അതിൻ്റെ അകത്തിരിക്കുന്ന എൻജിൻ അത്രയ്ക്ക് ശക്തമാണ്. എത്ര പേര് നിനക്ക് ക്യാരി ചെയ്യണം പറ, അതിനുള്ള എൻജിൻ അകത്ത് കർത്താവ് ഫിറ്റ് ചെയ്ത് തരും. മാനുഷിക പ്രയത്നത്താൽ മാനുഷിക ശക്തിയാലോ സൈന്യത്താലോ ഇത് നടക്കില്ല. സെറുബ്ബാബേൽ ചിന്തിക്കുന്നത് എന്താണെന്നറിയാമോ? ഈ ദേവാലയം പണി തീരുന്നുണ്ടെങ്കിൽ എത്ര പണിക്കാരാണ്? അപ്പോൾ പണിക്കാരെ കൂട്ടണം, കാശ്, അപ്പോൾ പിരിവ് നടത്തണം. അപ്പോൾ എന്തെല്ലാം ആസ്തപ്പാട് കൂട്ടിയാലാണ് ഇത് പണി. പക്ഷേ മോനെ അവിടെ നിൽക്കുക. അതുകൊണ്ടല്ല ഈ പ്രോജക്റ്റ് പൂർത്തിയാക്കാൻ പോകുന്നത്. എൻ്റെ ആത്മാവ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ഇത് നടക്കും. എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിക്കുക. കർത്താവ്, നിൻ്റെ ആത്മാവിനാൽ അത് നടക്കുവാൻ എന്നെ സഹായിക്കണമേ. പ്രാർത്ഥിക്കും. ബ്ലെസ്സിംഗ് ഗ്രൂപ്പ് തുടങ്ങി പൊട്ടിയവർ ഇപ്പോൾ പ്രാർത്ഥിക്കുക. തുടങ്ങി കുറേ നാൾ കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇല്ല. പലതും തുടങ്ങിയിട്ട് പൂർത്തിയാക്കാൻ കഴിയാത്തവർ ഇപ്പോൾ പ്രാർത്ഥിക്കുക. കർത്താവേ, നിൻ്റെ ശക്തി എനിക്ക് വേണം. പ്രാർത്ഥിക്കും. എന്താണെങ്കിലും തുടങ്ങിയിട്ട് പൂർത്തിയാക്കാൻ സ്ട്രഗിൾ ചെയ്തുകൊണ്ട്, ഒരു ബിസിനസ്സാകാം, കുടുംബജീവിതമാകാം, എന്തുമായിക്കോട്ടെ, തുടങ്ങിയിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഇന്ന് പ്രാർത്ഥിക്കുക. ദൈവത്തിൻ്റെ ശക്തി വരുമ്പോൾ ഈ സ്ട്രഗിൾ അങ്ങ് മാറിപ്പോകും. പ്രാർത്ഥിക്കുക. വലിയവായി പ്രാർത്ഥിക്കുക. കർത്താവേ, എനിക്ക് ആ ശക്തി വേണമെന്ന് പറ. ശക്തി ലഭിച്ചിട്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? വിൽ പവർ ഡ്രിവൺ ക്രിസ്ത്യാനിറ്റി എന്ന് കേട്ടിട്ടുണ്ടോ? നമ്മുടെ സ്വയശക്തിയുടെ ഇച്ഛാശക്തി കൊണ്ട് പലതും ചെയ്യാമെന്ന് വിചാരിക്കുന്ന ഒരു ക്രിസ്തീയ ജീവിതമുണ്ട്. പോട്ടി പാളീസാവും. അതാണ് മതം. എന്നാൽ പരിശുദ്ധാത്മാവിനാലാണെങ്കിലോ എല്ലാം വളരെ ഈസിയാകും. അതുകൊണ്ടാണ് അവനൊരു പേര്, ഹീ ഈസ് ദ ഹെൽപ്പർ. അവൻ സഹായിയാണ്. ബുദ്ധിമുട്ടുള്ളതല്ല, ഇങ്ങോട്ട് വന്നേക്ക്. Number 2, power to avoid exhaustion. സകല ക്ഷീണവും അകറ്റുന്നൊരു ശക്തിയാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. പലരും ക്രിസ്തീയ ജീവിതം തുടങ്ങുന്ന സമയത്ത് ഭയങ്കരമായി ഉശിരും ആവേശവും തീയും ഒക്കെ ആയിരിക്കും. പക്ഷേ കുറേശ്ശെ ഡ്രമാറ്റിക്കായിട്ട് ഒരു നിലത്ത് വീഴൊന്നുമില്ല. പക്ഷേ കുറേശ്ശെ ക്ഷീണിച്ച് മനസ്സ് തകർന്ന് പലതും കണ്ടും കേട്ടും മടുത്ത് അവസാനം ഒന്നുമില്ല. പക്ഷെ അതറിയുമില്ല. അങ്ങനെ ആയിപ്പോവും. അപ്പോഴാണ് യേശയ്യാവിൻ്റെ പുസ്തകം 40:30-31
ബാല്യക്കാർ യൗവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ അപ്പോൾ ഒരു പുതുക്കുന്നൊരു പരിപാടിയുണ്ട്. ശ്രദ്ധിച്ചോന്നറിയില്ല എന്തുണ്ട്? റിന്യൂവൽ ഓഫ് സ്ട്രെങ്ത് എന്ന് പറയുന്നൊരു സാധനമുണ്ട്. ഇതാണ് നമ്മുടെ പ്രതീക്ഷ. ഒരു കാലത്ത് ഭയങ്കരമായി എന്തൊക്കെയോ ചെയ്തു കൂട്ടി, പക്ഷെ ഇപ്പോൾ ഒന്നുമില്ല, തീയുമില്ല, പുകയില്ല, ഒന്നുമില്ല. അവിടെ എന്തുണ്ട്? ശക്തി പുതുക്കും. അത് ഇന്ന് സംഭവിക്കും. അത് ഇന്ന് നിന്നിൽ സംഭവിക്കും. ശക്തി കുറഞ്ഞവർ, നഷ്ടപ്പെട്ടവർ, റിന്യൂവൽ ഓഫ് സ്ട്രെങ്ത്. അവർ കഴുകന്മാരെ പോലെ ചിറക് അടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. എനിബഡി ഇൻട്രസ്റ്റഡ്? അവർക്കുള്ളതാണ് ക്ഷീണിച്ചു പോകാതെ തളർന്നു പോകാതെയുള്ള ഓട്ടം. കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്, പ്രൈസ് ഗോഡ്. പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. ഇന്നത്തെ ദിവസം പരിശുദ്ധാത്മാവിൻ്റെ പദ്ധതി എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ പദ്ധതി, ഹല്ലേലൂയ, എന്താണ് പരിശുദ്ധാത്മാവിൻ്റെ പദ്ധതി? ആ ക്ലിപ്പിംഗ് ഒന്ന് ഇതിലോട്ട് കൂടി ഇടാമോ? എന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ഇപ്പോൾ തിരുവനന്തപുരത്ത് ഇപ്പോൾ ഭയങ്കര പരിപാടി നടന്നുകൊണ്ടിരിക്കുക. ഒന്ന് നോക്ക്. ഇപ്പം തിരുവനന്തപുരത്ത് അതിഭയങ്കരമായ ശക്തിയുടെ പകർച്ച നടന്നുകൊണ്ടിരിക്കുക. എല്ലാ സഭകളും നടക്കുന്നത്, കോഴിക്കോട്, കോഴഞ്ചേരി, എല്ലാ സഭകളിലും പരിശുദ്ധാത്മാവിൻ്റെ വലിയ പരിപാടികൾ നടക്കട്ടെ. ശക്തി പുതുകുന്ന കാലമാണ്. പഴയ ശക്തിയല്ല പുതുശക്തി, പഴയ ശക്തിയല്ല പുതുശക്തി. ഞാൻ വീണ്ടും പറയുന്നു, പഴയ ശക്തിയല്ല പുതിയ ശക്തി ദൈവം നിന്റെ മേൽ പകരാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ ഒരു കാര്യം ചോദിച്ചു, നിങ്ങൾക്കിങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്നറിയില്ല. നിങ്ങൾ ഒരു ദിവസം നോക്കുമ്പോൾ, നിങ്ങൾ വഴിയിലാണ്, പക്ഷെ നോക്കുമ്പോൾ ബാറ്ററി 1%. എന്ത് ചെയ്യും? പറ, നിങ്ങൾ എന്താ ചെയ്തിട്ടുള്ളത്? പറ. 1% ഉള്ളൂ. ഒരു കോള് വിളിച്ചാൽ പോലും പൂർത്തിയാക്കാൻ പറ്റുമോ എന്നറിയില്ല. എന്ത് ചെയ്യും? അതൊരു വല്ലാത്തൊരു അനുഭവമാണ്. കാരണം പെട്ടെന്ന് എന്തെങ്കിലും സംഭവിച്ചാൽ, ഒരാളെ വിളിക്കണമെങ്കിൽ, ആരെങ്കിലും അത്യാവശ്യം വിളിച്ചാൽ കോൾ എടുക്കാൻ പറ്റുമോ? ഏതെങ്കിലും ആപ്പ് തുറക്കാൻ പറ്റുമോ? വാട്സപ്പ് നോക്കാൻ പറ്റുമോ? ഇപ്പോൾ പോവും. ഈ പരുവത്തിലാണ് പല വിശ്വാസികളും. 1%. പക്ഷെ ഇന്ന് റീചാർജിൻ്റെ ദിവസമാണ്. Receive in the name of Jesus. Receive in the name of Jesus. Full charge ആവട്ടെ. Full charge, full charge, full charge ആവട്ടെ. Full charge ആവട്ടെ. Full charge ആവട്ടെ. നിറയുക, നിറയുക, നിറയുക. പ്രാപിക്കുക, പ്രാപിക്കുക, പ്രാപിക്കുക. നിറയുക, പ്രാപിക്കുക, നിറയുക, പ്രാപിക്കുക. Come on. Thank you, Holy Spirit. Thank you, Holy Spirit. Thank you, Holy Spirit. Number 3, power for transformation. രൂപാന്തരത്തിനുള്ള ശക്തി. ഈ ശക്തി മൊത്തത്തിലൊരു രൂപാന്തരം കൊണ്ടുവരും. പവർ ഫോർ ട്രാൻസ്ഫോർമേഷൻ, രൂപാന്തരത്തിൻ്റെ ശക്തി. അപ്പോസ്തലപ്രവൃത്തികൾ 4:13 നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാൽ. അവർ എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെയുള്ള നേതൃത്വം, ഭരണാധികാരികൾ. അവർ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും എന്ത് കണ്ടു? ധൈര്യം. ഇന്ന് തിരിച്ചു പോകുമ്പോൾ ധൈര്യമില്ലാത്തവർ ധൈര്യവുമായിട്ട് വേണം പോകാൻ. കാരണം പരിശുദ്ധാത്മാവ് വരുമ്പോൾ കിട്ടുന്ന ഒരു സംഭവമാണെന്ത്? ധൈര്യം. കാരണം അവൻ നമുക്ക് തന്നിരിക്കുന്നത് ഭീരുത്വത്തിൻ്റെ ആത്മാവിനെയല്ല, സ്പിരിറ്റ് ഓഫ് കവർഡിസ്. പിന്നെന്താണ്? സ്നേഹത്തിൻ്റെയും ശക്തിയുടെയും സുബോധത്തിൻ്റെയും ആത്മാവിനെ അത്രേ. അപ്പോൾ ഇവിടെ പറയുന്ന അവർ പത്രോസിൻ്റെയും യോഹന്നാൻ്റെയും ധൈര്യം കാണുകയാലും അവർ പഠിപ്പില്ലാത്തവരും. പരിശുദ്ധാത്മാവിനെ കിട്ടാൻ പഠിപ്പ് വേണമെന്നില്ല അല്ലേ? പരിശുദ്ധാത്മാവിനെ കിട്ടാൻ ഗ്രാജുവേറ്റ് ആകണമെന്നില്ല. പരിശുദ്ധാത്മാവിനെ കിട്ടാൻ 10ാം ക്ലാസ് പാസ്സാവണമെന്നില്ല. ഇവിടെ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന
അൺസ്കൂൾഡ് എന്നാണ്. എൻ്റെ അർത്ഥം എന്താണ്? ഇന്ന് ഒരു സ്കൂളിൽ പള്ളിക്കൂടത്തിൽ പോയിട്ടില്ല. അവരെന്ന് പറഞ്ഞാൽ ഭരണകൂടമാണ് ഈ കാണുന്നത്. ഇവർക്ക് എന്തില്ല? പഠിപ്പില്ല. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്? സാമാന്യരായ ഓർഡിനറി പീപ്പിൾ, ഓർഡിനറി മെൻ, സാധാരണ മനുഷ്യരായിരുന്നു. പക്ഷെ ഒരു പ്രത്യേകതയുള്ളത്, അവർ യേശുവിനോടുകൂടെ ആയിരുന്നവർ എന്ന് പറഞ്ഞു. ഇവിടെയാണ് ഗുട്ടൻസ് കിടക്കുന്നത്. അവരാരോടുകൂടിയാണ്? യേശുവിനോടുകൂടിയായിരുന്നു. That made the difference. കൂട്ടം കൂടിക്കോ, യേശുവിനോട് കൂടിക്കോ. ധൈര്യത്തിന്റെ ആത്മാവ്, ശക്തിയുടെ ആത്മാവ്, ഭരണകൂടങ്ങളെ വിറപ്പിക്കുന്ന ശക്തി നിന്റെ മേൽ വരുവാൻ, ലോകത്തെ കീഴ്മേൽ മറിക്കുന്ന ശക്തി. പഠിപ്പ് ചോദിക്കുന്നില്ല, വിദ്യാഭ്യാസ നിലവാരം ചോദിക്കുന്നില്ല, ഫുൾ A+ കിട്ടിയോന്ന് ചോദിക്കുന്നില്ല, പ്രീ ഡിഗ്രി പാസ്സായോ ചോദിക്കുന്നില്ല, ഹൈസ്കൂളിൽ പോയോ ചോദിക്കുന്നില്ല. യേശുവിനോട് കൂടിയാണോ? ഹല്ലേലൂയ. അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായത്, ഇന്ന് ഈ ആരാധനയിൽ എല്ലാ ബ്ലെസ്സിംഗ് ടുഡേ സഭകളിൽ സംബന്ധിക്കുന്ന എല്ലാവരും ഇതിന് ക്വാളിഫൈഡ് ആണ്. ഉൽപ്പത്തി മുതൽ വെളിപാട് വരെ പഠിച്ചെന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒന്നുമില്ല, ആകെ ഉള്ളത് യേശുവിനോട് കൂടി അവിടെ നടന്നു, അവരുടെ മേൽ ശക്തി വന്നിറങ്ങി. Association with Jesus makes the difference. Amen. Hallelujah. ഇവര് ഒരു കാര്യം അവർ മനസ്സിലാക്കിയത്, ഈ പ്രത്യേകിച്ച് ഈ പത്രോസിൻ്റെ ഒക്കെ രീതികൾ അവർ വീക്ഷിച്ചതാണ്. യേശുവിനെ പിടിക്കുന്ന സമയത്തൊക്കെ മഹാപുരോഹിതൻ്റെ ഭവനാങ്കണത്തിൽ വെച്ചൊരു സീൻ നടന്നത് എല്ലാവർക്കും അറിയാം. കയ്യഫാവിൻ്റെ വീടിൻ്റെ മുറ്റത്ത് വെച്ച് തണുപ്പിൽ കാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരു പെങ്കൊച്ചു എന്ന് ചോദിച്ചു, നീ ആ കൂട്ടത്തിലുള്ളതാണ്? കണ്ടിട്ട് ഭാഷ കേട്ടിട്ട് ആ കൂട്ടത്തിൽ, ഈ ഗലീലക്കാർക്ക് ഒരു പ്രത്യേക സ്ലാങ് ഉണ്ട്. എൻ്റെ ഭാഷ കേട്ടിട്ട്, അല്ല നീ ആ കൂട്ടത്തിൽ അറിയുമല്ലോ, ഞാൻ ഈ നാട്ടുകാരനുമല്ല ഒന്നുമല്ല എന്ന് പറഞ്ഞ ആളിപ്പോൾ ആയിരങ്ങളോട് പ്രസംഗിക്കുന്നു. ആർക്ക് വേണം ഈ ശക്തി? ഒരു ചെറിയ കാര്യം പോലും ചെയ്യാൻ ധൈര്യമില്ലാത്ത വ്യക്തിയെ പരിശുദ്ധാത്മ വന്നു കഴിഞ്ഞപ്പോൾ ശക്തി ലഭിച്ച് ആയിരങ്ങളുടെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കാൻ, ഇതുപോലെ രൂപാന്തരപ്പെടുത്തുന്ന ശക്തി. മക്കളെ, ഇത് ഫ്രീ ആണ്. സ്തോത്ര കാഴ്ച വേണ്ട, ടിപ്പ് കൊടുക്കണ്ട, ഇതിന് ബില്ലില്ല, ഇത് സൗജന്യമാണ്. ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും തിരുവെഴുത്ത് പറയുന്നത് പോലെ ഒന്നല്ല, ജീവ ജലത്തിന്റെ നദികൾ ഒഴുകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ റബലബ ശതുരിയ റബലബ. നിൻ സ്നേഹ സന്നിധിയിൽ പിരിയാൻ കഴിയുകയില്ല, പിരിയാൻ കഴിയുകയില്ല. നിൻ സ്നേഹ സ്പർശം പിതാവിൻ മഹത്വം നിൻ മുഖത്തിൽ അല്ലയോ, കൂടെ ഞാൻ വന്നോട്ടെ.
അത്യാവശ്യ കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ട് പ്രാർത്ഥിക്കാം. ഈ സാധാരണ ഇരുമ്പ് അതിനെ വളക്കാനും പിടിക്കാനൊക്കെ ഭയങ്കര പാടാണ്. പക്ഷേ ഈ ബ്ലാക്ക് സ്മിത്തിനൊരു കാര്യം അറിയാം. ഇതിന് എന്തറിയാം? കൊല്ലന് അത് തീയിലിട്ട് റെഡ് ഹോട്ടായി കഴിയുമ്പോൾ അതിനെ ഹാമർ കൊണ്ട് അടിച്ചു കഴിഞ്ഞാൽ അതിനെ പല ഷേപ്പിലേക്ക് മാറ്റാൻ പറ്റും. എന്താണ് വ്യത്യാസം വരുത്തിയത്? ആ തീയ. ഇങ്ങനൊരു വ്യത്യാസമാണ് പരിശുദ്ധാത്മാവ് വരുമ്പോൾ നമുക്കുണ്ടാകുന്നത്. തീയിലിട്ട് കഴിഞ്ഞപ്പോൾ ഇരുമ്പ് തന്നെയാണ്. ഇരുമ്പിൻ്റെ പ്രോപ്പർട്ടീസ് ഉണ്ട്, അതങ്ങനെ തന്നെ ഇരിക്കുന്നത്. പക്ഷേ അതിനെ മോൾഡ് ചെയ്യാൻ കഴിയും, അതിനെ വളക്കാൻ കഴിയും, അതിനെ കൂർപ്പിക്കാൻ കഴിയും, അതിൻ്റെ ഷേപ്പ് മാറ്റാൻ കഴിയും. അതിന് കൊല്ലന് ബ്ലാക്ക് സ്മിത്തിന് ഇഷ്ടമുള്ളതുപോലെ ഉപയോഗിക്കാൻ പറ്റും. ഇതുപോലെ പരിശുദ്ധാത്മാവിൻ്റെ തീയ് പെന്തക്കോസ്ത് നാളിൽ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പിന്നെ ആ തീയിൽ അവരെ ഏത് രീതിയിലും ദൈവത്തിന് ഉപയോഗിക്കാൻ പറ്റി. അപ്പോഴും പത്രോസ് തന്നെയാണ്, അന്ത്രയോസ് തന്നെയാണ്. ബേസിക് നേച്ചറൊന്നും മാറിയിട്ടില്ല. അവരുടെ ഹിസ്റ്ററി അതുപോലെ തന്നെ ഇരിക്കുന്നു, അവരുടെ പ്രകൃതം അതുപോലെ തന്നെ ഇരിക്കുന്നു. പക്ഷേ അഗ്നി അവരിൽ ഒരു വലിയ രൂപാന്തരം കൊണ്ടുവന്നു. ദൈവകരങ്ങളിൽ ദൈവത്തിന് ഇഷ്ടമുള്ളതുപോലെ ദൈവത്തിന് അവരെ ഉപയോഗിക്കാം. Anybody interested? കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കർത്താവേ, ആ തീയിൽ എന്നെ ഒന്ന് രൂപാന്തരപ്പെടുത്തണമേ. പ്രാർത്ഥി. ആ തീയിൽ എൻ്റെ ഷേപ്പ് മാറട്ടെ. ഒരിക്കലും ഞാൻ ചെയ്തിട്ടില്ലാത്ത കാര്യങ്ങൾ ചെയ്യാൻ. ഇത് സാധാരണ ഒരു സഭായോഗമല്ല, ചിന്തിക്കരുത് പ്ലീസ്. ഇതൊരു സാധാരണ ഞായറാഴ്ച മീറ്റിംഗ് ആയിട്ട് ആരും കണക്കാക്കരുത്. ഇത് പരിശുദ്ധാത്മാവിൻ്റെ ഞായറാഴ്ചയാണ്. ഇത് പരിശുദ്ധാത്മാവ് ജനങ്ങളെ തീയിൽ മുക്കിയെടുക്കുന്ന, ഇന്ന് വരെ ആയുസ്സിൽ ചെയ്തിട്ടില്ലാത്ത ചിലരെ കൊണ്ട് ഈ ആഴ്ച ചെയ്യിപ്പിക്കാൻ പോവുക. അടുത്ത ആഴ്ച അല്ല, ഈ ആഴ്ച ചെയ്യിപ്പിക്കും. Hallelujah. Simple ways to receive power. നാലാമത് എനിക്ക് പറയാനുള്ളതാണ്, വളരെ ഈസിയായി ശക്തി പ്രാപിക്കുവാനുള്ള ഏറ്റവും ലളിതമായ വഴികൾ പറയാൻ പോവുക. ലൂക്കോസിൻ്റെ സുവിശേഷം 24:49 നമ്മൾ കാണുന്നത്, ഇത് വായിക്കാമോ? എൻ്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിന് ഞാൻ നിങ്ങളുടെ മേൽ അയക്കും. നിങ്ങൾ ഉയരത്തിൽ നിന്ന് ശക്തി ധരിക്കുവോളം നഗരത്തിൽ പാർപ്പിൻ. എന്ന് വെച്ചാൽ ഈ ശക്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നൊരു സ്വഭാവം നമ്മുടെ അകത്ത് വേണം. നമ്മളായി തന്നെ ചെയ്യാതെ വെയിറ്റ് ഫോർ ദ പവർ. അപ്പോൾ അവർ 10 ദിവസം കാത്തിരുന്നു. എൻ്റെ അർത്ഥം 10 ദിവസം എവിടെയെങ്കിലും പോയി കാത്തിരിക്കണമെന്നല്ല. ദിസ് ഷുഡ് ബി എ പ്രാക്ടീസ് ഇൻ അവർ ലൈഫ്സ്. എവറി മോർണിംഗ് കർത്താവിൻ്റെ സന്നിധിയിൽ ഒന്ന് കാത്തിരുന്നുകൂടെ? പറ്റുന്നത്ര വെയിറ്റിംഗ് അപ്പോൺ ദ ലോർഡ്. കാത്തിരിപ്പിയോഗം എന്ന് പറയുന്ന ഒരു സിസ്റ്റം അല്ല ഞാനീ പറയുന്നത്. നമ്മുടെ അകത്ത് ആ സെർച്ചിങ്, ആ വെയിറ്റിംഗ്, കർത്താവിൻ്റെ ശക്തിക്ക് വേണ്ടിയുള്ള ഒരാഗ്രഹവും കാത്തിരിപ്പും. അതിൽ 3 ലെവലുകൾ പറയാനുള്ളത്. ഒന്ന് ബിലീവിങ്, ഒന്ന് വിശ്വസിക്കണം. യോഹന്നാൻ്റെ സുവിശേഷം 14:17 ഇവിടെ കാണുന്നത് എങ്ങനെയാണ്? ലോകം അവനെ കാണുകയോ അറിയുകയോ ചെയ്യുകയാണ്. അതിൻ്റെ അർത്ഥം ഈ ലോകത്തുള്ള ആർക്കും പരിശുദ്ധാത്മായ ഒരു കണക്ഷനുമില്ല, അവർക്ക് മനസ്സിലാകാനും പോകുന്നില്ല. ഇപ്പോൾ ഇവിടെ ആളുകൾ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നു, കൈയടിക്കുന്നു, എന്തൊക്കെയോ ഭാഷകൾ പറയുന്നത്. ഈ പുറത്തുനിന്ന് ഒരാൾ, ഇത് എക്സ്പോഷർ ഇല്ലാത്ത ഒരാൾ ഇത് വല്ലതും മനസ്സിലാവും? ഇത് ഹിസ്റ്റീരിയാണെന്നേ പറയുള്ളൂ. ആണോ? ഇത് മതഭ്രാന്താണെന്നേ പറയുള്ളൂ. ഇത് മെൻ്റൽ പ്രോബ്ലം ആണെന്ന് പറയും. അതാണ് പറയുന്നത്. ലോകം അവനെ, ആരെ? പരിശുദ്ധാത്മാവിനെ കാണുകയില്ല, അറിയോ ചെയ്യുകയാൽ അവനെ പരിശുദ്ധാത്മാവിനെ ലഭിക്കാൻ കഴിയുകയില്ല. അടുത്തത് ഒരു സന്തോഷ വാർത്ത. അവൻ നിങ്ങളോടുകൂടെ വസിക്കുകയും നിങ്ങളിലിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവനെ അറിയുന്നു.
മക്കളെ, ഇതൊരു ചെറിയ ഭാഗ്യമല്ല. 800 കോടി മനുഷ്യരിൽ ഭൂരിഭാഗം ആളുകൾക്കും പരിശുദ്ധാത്മാവിനെ അറിയില്ല, എന്താണെന്ന് പോലും അറിയില്ല. എന്നാൽ നിങ്ങളോ, അവൻ നിങ്ങളിലിരിക്കുന്നത് കൊണ്ടും നിങ്ങളോട് കൂടെ ഉള്ളത് കൊണ്ടും അവനെ അറിയുന്നു. ഇനി നേരെ ഇരിക്കുക. അവൻ നിങ്ങളിലിരിക്കുന്നതും നിങ്ങളോട് കൂടെ ഇരിക്കുന്നതും എല്ലാ ഞായറാഴ്ചയുമാണെന്ന് ചിന്തിക്കരുത്. എല്ലാ നാളും, ഓരോ നിമിഷവും അവൻ കൂടെയുണ്ട്. ഞായർ കഴിഞ്ഞ് തിങ്കൾ, ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി, ശനി, ഓരോ ദിവസവും ജോലി ചെയ്ത് അമ്മമാരെ അപ്പന്മാരെ നാട് ഓടിയുന്ന സമയത്തും അവൻ നിന്നോടൊപ്പമുണ്ട്. മറ്റുള്ളവർ നിന്നെ ശകാരിക്കുമ്പോൾ, പഴി പറയുമ്പോൾ, ദൂഷണം പറയുമ്പോൾ, ഹൃദയം മുറിക്കുമ്പോഴും അവൻ നിന്നോട് കൂടെ ഉണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിൻ്റെ വലിയ വലിയ തുരങ്കത്തിലൂടെ പോകുന്ന അനുഭവം വരുമ്പോൾ, താഴ്വരയുടെ അനുഭവത്തിൽ, കൂരിരുൾ താഴ്വരയുടെ അനുഭവത്തിലും ഈ പരിശുദ്ധാത്മാവ് കൂടെ ഉണ്ട് എന്ന കാര്യം മറക്കരുത്. ആദ്യമായി ചെയ്യേണ്ടത് അവൻ എൻ്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കണം. ഒന്നാമത് എന്താ ചെയ്യേണ്ടത്? അത് ഈ ശക്തിയിൽ പുതുക്കി വരാനുള്ള വഴിയാണ് പറയുന്നത്. ഞായറാഴ്ച മാത്രമല്ല, ഉറക്കെ, ഞായറാഴ്ച മാത്രമല്ല, എല്ലാ ദിവസവും പരിശുദ്ധാത്മാവ് എന്നിൽ വസിക്കുന്നു. ഒന്നുകൂടി പറയും. എല്ലാവരും നല്ല രീതിയിൽ പറയുന്നില്ലല്ലോ. ഞായറാഴ്ച മാത്രമല്ല, എല്ലാ ദിവസവും പരിശുദ്ധാത്മാവ് എന്നിലുണ്ട്. ജോലി ചെയ്യുമ്പോഴുണ്ടെന്നേ, രാവിലെ എഴുന്നേൽക്കുമ്പോഴുണ്ട്, ഉച്ചയ്ക്കുണ്ട്, ലഞ്ച് ബ്രേക്കിന് ഇരിക്കുമ്പോഴുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്. ഇനി പറയുന്നതാണ് ഞെട്ടിക്കുന്ന വാർത്ത, ഷോക്കിംഗ് ന്യൂസ്. ദൈവ സാന്നിധ്യം ഒരു തന്മാത്ര പോലും ഫീൽ ചെയ്യാതിരിക്കുമ്പോഴും അവനകത്തുണ്ട്. അത് നമ്മുടെ ഫീലിംഗാ. മനസ്സിലായില്ല. നമ്മൾ ചിലപ്പോൾ വിചാരിക്കുന്നത്, ചില മീറ്റിങ്ങിൽ എന്നാ ദൈവ സാന്നിധ്യമായിരുന്നു. അപ്പം അതെന്താണത്? അതിൻ്റെ അർത്ഥം അല്ലാത്ത സമയത്ത് അവൻ ആബ്സെൻ്റ് ആണെന്നാണോ? അല്ല, എൻ്റെ ഫീലിങ്ങിൽ വന്നത് അപ്പോഴാണ്. ഇപ്പുറത്ത് പറയാം. വെയിറ്റ് ഇനി അടിക്കണ്ട, സമയം കഴിഞ്ഞു പോയി. നിങ്ങളോട് പറയാം. അതായത് ചില സമയത്ത് നമുക്ക് ഒരു ദൈവ സാന്നിധ്യം തോന്നില്ല. അപ്പം ആ സമയത്ത് പരിശുദ്ധാത്മാവ് തിരിച്ചു പോയോ, ഇട്ടിട്ട് പോയോ, ഉപേക്ഷിച്ചു? ഇല്ല. ആ സമയത്തും പരിശുദ്ധാത്മാവ് അകത്തുണ്ട്. പക്ഷേ എൻ്റെ ഫീലിങ്ങിൽ, എൻ്റെ ആ സമയത്ത് മൂഡ് അതാണ്. മറ്റേ ആളോട് ദേഷ്യപ്പെട്ടിട്ട് വന്നിട്ട് ഇരിക്കുന്നത്, പിന്നെ ഫീൽ ചെയ്യൂ. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്യും, പക്ഷേ പരിശുദ്ധാത്മാവ് അകത്തുണ്ട്. കാരണം എന്നേക്കും നിന്നോട് കൂടെ ഇരിക്കുവാനത്രേ അവൻ വന്നത്, ഇട്ടിട്ട് പോകാനല്ല. ഇവിടെ നിന്ന് നിന്നെ തയ്യാറാക്കി ഒരുക്കി അവിടെ എത്തിക്കുന്നത് വരെ പരിശുദ്ധാത്മാവ് നിന്നെ വിട്ടിട്ട് പോകുകയില്ല. ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കും, അവൻ പരിശുദ്ധാത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിന് അയക്കും. ശിഷ്യന്മാരോട് ഇൻ ഇഫക്റ്റ് കർത്താവ് പറയുന്നത്, എനിക്ക് പോകാൻ സമയമായി, എനിക്ക് പോയേ പറ്റൂ, എൻ്റെ ഡ്യൂട്ടി തീരുകയാണ്, സകലവും നിവൃത്തിയായി എന്ന് പറഞ്ഞ് എനിക്ക് പോയി. പക്ഷെ ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ അവൻ വരികയില്ല, ഞാൻ പോയാൽ അവൻ വരും. പക്ഷെ ഞാൻ പോയതുപോലെ അവൻ തിരിച്ച് സ്വർഗാരോഹണം ചെയ്യുകയില്ല, നിന്നെയും കൊണ്ടേ സ്വർഗാരോഹണം ചെയ്യും. പരിശുദ്ധാത്മാവ് സ്വർഗാരോഹണം ചെയ്യണമെങ്കിൽ നിന്നെയും കൊണ്ട് സ്വർഗാരോഹണം ചെയ്യൂ.
എന്നാൽ അതിനു മുമ്പ് സ്വർഗാരോഹണം ചെയ്തവൻ തിരിച്ചിറങ്ങി വരും. അങ്ങനെ നാം ഒരുമിച്ച് ആകാശമേഘങ്ങളിൽ എടുക്കപ്പെടും. താഴ്വരയായാലും അത് കൂരിരുളായാലും അത് താഴ്വരയായാലും എൻ കൂടെ ഇരിക്കുന്നോനേ. അത് കൂരിരുളായാലും താഴ്വരയായാലും അത് കൂരിരുളായാലും അത് താഴ്വരയായാലും എൻ കൂടെ ഇരിക്കുന്നോനേ. ഇനി ഇരിക്കണ്ട, അവിടെ നിന്നു, ഞാൻ തീർക്കാൻ പോവാം. അപ്പം ആദ്യമായി ചെയ്യേണ്ടത് എന്താണ്? അവൻ എല്ലായ്പ്പോഴും എന്നോട് കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കണം. നല്ല പ്രാർത്ഥിച്ചിരിക്കുമ്പോൾ അവൻ കൂടെ ഉണ്ടെന്നുള്ളത് ഉറപ്പാണ്. പക്ഷെ ഒരു ദിവസം പ്രാർത്ഥിച്ചില്ല, അപ്പോൾ അവൻ വിട്ടുപോകുമോ? നോ. അവിടെ എഴുതിയിരിക്കുന്ന എന്നേക്കും കൂടെ ഉണ്ടെന്നല്ലേ. നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കാം, നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കാം, പക്ഷെ അവൻ എന്നേക്കും കൂടെ ഇരിക്കേണ്ടതിനത്രേ വന്നിരിക്കുന്നത്. ഒത്തിരി വിശ്വാസികളും വിശ്വസിക്കുന്നത്, ഞാൻ ചില തെറ്റുകൾ ചെയ്തു, ഞാൻ ആവശ്യമില്ലാതെ ചിലരോട് കോപിച്ചു, വേണ്ടാത്തത് ചിന്തിച്ചു, പരിശുദ്ധാത്മാവിനെ വിട്ടുപോയി. അങ്ങനെ വിട്ടുപോകാൻ വന്നതല്ല പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് ഒരുപക്ഷെ ദുഃഖിച്ച് പ്രവർത്തിക്കാതിരിക്കുമായിരിക്കാം, പക്ഷെ വിട്ടുപോകില്ല. വിട്ടുപോകണമെങ്കിൽ മരണകരമായ ചില പാപങ്ങളുണ്ട്. പരിശുദ്ധാത്മാവിനെ ദൂഷണം പറയുക മുതലായ ചില മരണത്തിൻ്റെ പാപങ്ങളുണ്ട്, അതിന് മാപ്പില്ല. അങ്ങനെയുള്ളത് ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരിവിടെ ഉണ്ടാകുകയുമില്ല. അത് ചെയ്തിട്ടില്ലാത്തത് കൊണ്ടാണ് നിങ്ങളിവിടെ ഉള്ളത്. അടിക്ക്. ഗുഡ് ന്യൂസ്, ഗുഡ് ന്യൂസ്, ഗുഡ് ന്യൂസ്. നിന്റെ അകത്ത് ഇരിക്കുന്ന പരിശുദ്ധാത്മാവ് അവൻ നിന്നെ ഉപേക്ഷിക്കുന്നില്ല. പിതാവിൻ്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് യേശു പ്രത്യേകം ചോദിച്ചിട്ടാണ് കിട്ടിയത് അല്ലേ. ഞാൻ പിതാവിനോട് ചോദിക്കും, എന്നിട്ട് ആ വാഗ്ദത്തം നിങ്ങൾക്ക് അയച്ചു തരും. യേശു പ്രത്യേകിച്ച് പിതാവിനോട് ചോദിച്ചു മേടിച്ച വാഗ്ദത്തമാണ് പരിശുദ്ധാത്മാവ്. നമ്മളല്ല ആദ്യം ചോദിച്ചു മേടിച്ച, യേശു ചോദിച്ചു മേടിച്ചതാണ്. എന്തിനു വേണ്ടി? എന്നേക്കും. പറഞ്ഞേ, എന്നേക്കും എന്നോടുകൂടെ ഇരിക്കുവാൻ. ഹല്ലേലൂയ. പിന്നെ മുതൽ ഈ കാര്യം അങ്ങ് മനസ്സിൽ ഉറക്കുക. എനിക്ക് മൂടുണ്ടേലും ഇല്ലേലും, ഞാൻ ബൈബിൾ വായിച്ചാലും ഇല്ലേലും, ഞാൻ പ്രാർത്ഥിച്ചാലും ഇല്ലേലും, പരിശുദ്ധാത്മാവിൻ്റെ അകത്ത് തന്നെ ഉണ്ട്. പക്ഷെ ഞാൻ കൂടുതൽ ദൈവികമായി ആക്റ്റീവ് ആകുമ്പോൾ കൂടുതൽ അവൻ്റെ സാന്നിധ്യം എനിക്കനുഭവിക്കാൻ കഴിയും. That's all. ഹല്ലേലൂയ. ലൂക്കോസ് 11:13 പ്രകാരം തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ അളവ് കൂടാതെ അവൻ തരും. അതിൻ്റെ അർത്ഥം അളവ് കൂടാതെ അവനെ നാം അനുഭവിക്കണമെങ്കിൽ, അവൻ്റെ ഓപ്പറേഷൻസ് അനുഭവിക്കണമെങ്കിൽ ദിവസവും ചോദിക്കുന്നത് നല്ലതാണ്. കർത്താവേ, എനിക്ക് നിന്നെ കൂടുതൽ വേണം, നീ കൂടുതൽ എന്നിൽ പ്രവർത്തിക്കണം, എന്നിലൂടെ പ്രവർത്തിക്കണം. അത് ഡെയിലി ആസ്ക് ആസ്ക് ആസ്ക്. അടുത്തൊരു കാര്യം കൂടെ ചിന്തിക്കണം. എത്രത്തോളം നാം നമ്മെ തന്നെ കീഴ്പ്പെടുത്തി കൊടുക്കുമോ അത്രത്തോളം അവൻ്റെ ശക്തി നമ്മിൽ പ്രകടമാകും. സറണ്ടറിങ് ഓർ yielding. ഹല്ലേലൂയ. അവസാനമായി നമ്മൾ കാണുന്നത് ഇങ്ങനെയാണ്. സിമ്പിൾ വേസ് ടു റിലീസ് പവർ. അപ്പോസ്തലപ്രവൃത്തിയിൽ 4:31
2-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് കൊടുങ്കാറ്റ് പോലെ വന്നു. പക്ഷേ അതിനുശേഷം ഒരു സംഭവം ഉണ്ടായി, ഭയങ്കരമായ പീഡനം ഉണ്ടായി. ആ സമയത്ത് ഇവർ ഒരുമിച്ച് കൂടി ഒന്നുകൂടി പ്രാർത്ഥിക്കാൻ. അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ അവർ ചില കാര്യങ്ങളൊക്കെ അങ്ങ് പ്രഖ്യാപിച്ചു, പ്രഖ്യാപിച്ചു. ദൈവമേ, സൗഖ്യമാക്കുവാൻ നിന്റെ കൈ നീട്ടുകയാൽ. കുറെ കാര്യങ്ങൾ അങ്ങ് വചനത്തിൽ നിന്ന് അങ്ങ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? അവർ നിന്ന സ്ഥലം പോലും കുലുങ്ങത്തക്ക രീതിയിൽ ദൈവശക്തി ഇറങ്ങി വന്നു. അതിനുശേഷം ആദിധൈര്യത്തോടെ അവർ വചനം പ്രസംഗിക്കാൻ തുടങ്ങി. അപ്പോൾ ധൈര്യം ഒന്നുകൂടി കൂടി. എപ്പോഴാണ്? പ്രാർത്ഥിച്ച് പ്രഖ്യാപിച്ചപ്പോൾ. എത്ര പേർക്ക് ഗുഡൻസ് മനസ്സിലായി? എല്ലാവരും മനസ്സിലാക്കുക, ഒരിക്കലും പരിശുദ്ധാത്മാവ് എന്നെ ഉപേക്ഷിച്ചിട്ട് പോകുന്നില്ല. അങ്ങനെ പോകാൻ വന്നവനല്ല. 2, നിരന്തരം അവൻ്റെ ഫെലോഷിപ്പിന് വേണ്ടിയും അവൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയും ചോദിച്ചുകൊണ്ടിരിക്കണം. 3, നമ്മളെ തന്നെ അവൻ്റെ ഇഷ്ടത്തിന് വിധേയപ്പെടുത്തി കൊടുക്കണം, ഈൽഡിങ്. കൂടാതെ പ്രാർത്ഥനയും പ്രഖ്യാപനവും മറക്കരുത്. കൂടുതൽ ഈ 52 ദിവസം പ്രാർത്ഥിക്കുമ്പോൾ ഒന്നും സംഭവിക്കില്ലെന്നാണോ നിങ്ങളുടെ വിചാരം? സഭ മുഴുവൻ 52 ദിവസം പ്രാർത്ഥിക്കുമ്പോൾ, ഫോക്കസ്ഡ് പ്രേയറിൽ വരുമ്പോൾ, ഞാൻ പറയുന്നു, ഓരോ വ്യക്തിയിലും അതിൻ്റെ മാറ്റം കാണും, ഓരോ കുടുംബത്തിലും കാണും. ഞാനൊരു പ്രാവശ്യം കൂടെ അത് എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. അനേക വർഷങ്ങളായി, എനിക്ക് തോന്നുന്നു മതിൽ പണിയുടെ കാര്യത്തിൽ 140 വർഷം എന്തോ പണിതില്ല. എന്നിട്ടാണ് 140 വർഷം കൊണ്ട് നടക്കാത്തത് 52 വർഷം കൊണ്ട് നടന്നു എന്ന് പറയുമ്പോൾ അതൊന്ന് ചിന്തിച്ചു നോക്കാൻ പറ്റുമോ മക്കളെ? 140 വർഷം കൊണ്ട് നടക്കാത്ത പ്രോജക്റ്റ് വെറും 52 ദിവസങ്ങൾ കൊണ്ട് നടന്നു എന്ന് പറയുമ്പോൾ ആർക്ക് വേണം എന്ന് വെച്ചാൽ അവരുടെ അപ്പനപ്പന്മാർ തുടങ്ങി ശ്രമിച്ചിട്ട് നടക്കാത്തതാണ്. ഒരൊറ്റ നെഹമ്യാവിനെ കൊണ്ട് ശക്തിയേറിയ പ്രാർത്ഥനയിൽ ഉപവാസത്തിൽ ഇരുന്നപ്പോൾ വെറും 52 ദിവസങ്ങൾ കൊണ്ട്, കൈകൾ രണ്ടും ഉയർത്തിപ്പിടിച്ചിട്ട് ഉറക്കെ പറയുക, സൈന്യത്താലല്ല, ശക്തിയാലല്ല, പരിശുദ്ധാത്മാവിനാലത്രേ. വീണ്ടും പറ, പരിശുദ്ധാത്മാവിനാലത്രേ. ഉറക്കെ സർവജനവും, സൈന്യത്താലല്ല, ശക്തിയാലല്ല, പരിശുദ്ധാത്മാവിനാലത്രേ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, പരിശുദ്ധാത്മാവിനാലത്രേ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, പരിശുദ്ധാത്മാവിനാലത്രേ. എല്ലാവരും ചേർന്ന് കമോൺ. സൈന്യത്താലല്ല, ശക്തിയാലല്ല, പരിശുദ്ധാത്മാവിനാലത്രേ. ഒരു പ്രാവശ്യം കൂടെ പറയാം, സൈന്യത്താൽ, ശക്തിയാലല്ല, പരിശുദ്ധാത്മാവിനാലത്രേ. കുടുംബങ്ങൾ തയ്യാറാകുക, സോണുകൾ തയ്യാറാകുക. ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. റീബിൽഡിങ്ങിൻ്റെ ഒരു സീസൺ. അംബ്രോസ് ഇങ്ങോട്ട് വാ, ഇവിടെ നിന്നോ, ദേവദാസന്മാർക്ക് അടുത്ത് വന്ന് നിൽക്കുക. റീബിൽഡിങ്ങിൻ്റെ ഒരു സീസണാണ്. കേൾക്കുന്നുണ്ടോ? റീബിൽഡിങ്ങിൻ്റെ ഒരു സീസണാണ്, പുതുക്കി പണിയാനുള്ള സീസണാണ്. മുടങ്ങിക്കിടക്കുന്നത്, തകർന്നു കിടക്കുന്നത്, എത്ര ശ്രമിച്ചിട്ടും പണിയാൻ കഴിയാത്ത മേഖലകൾ, ഏത് മേഖലയായാലും ഈ സീസണിൽ അതിനെ പുതുക്കി പണിതിരിക്കും. എന്തുമായിക്കോട്ടെ, അത് അവരവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ഏറ്റെടുക്കുക. കുടുംബജീവിതമാണെങ്കിൽ അത് ലോൺ അടച്ചു തീരാനുള്ളതാണെങ്കിൽ, അത് വിദ്യാഭ്യാസമാണെങ്കിൽ, അത് ഏതെങ്കിലും കോഴ്സ് തീർക്കാനുള്ളതാണെങ്കിൽ, അത് ജോലി തീർക്കാനുള്ളതാണെങ്കിൽ, അത് ഭവനത്തിന്റെ പണിയാണെങ്കിൽ, അത് എന്തു കുന്തമായാലും ശരി, പുതുക്കി പണിയുന്ന സീസൺ.
ആ വിഷയങ്ങളൊക്കെ ദൈവസ്ഥലിൽ വെക്ക്. ആ വിഷയങ്ങളൊക്കെ കൊണ്ടുപോവാ. സോണുകളുടെ റീബിൽഡിംഗ് നടക്കട്ടെ, റീജിയനുകളുടെ റീബിൽഡിംഗ് നടക്കട്ടെ, ബ്ലെസ്സിംഗ് സെന്ററുകളുടെ റീബിൽഡിംഗ് നടക്കട്ടെ, ഏരിയകളുടെ റീബിൽഡിംഗ് നടക്കട്ടെ. എൻ്റെ ഉള്ളിൽ കർത്താവ് തരുന്നത് ഞാൻ പറയുകയാണ്. ഒത്തിരി വർഷങ്ങളായി നീയായി തന്നെ ശ്രമിച്ചു, പലരെ കൊണ്ട് ശ്രമിപ്പിച്ചു, പലതും ചെയ്തിട്ട് നടക്കാത്ത കർത്താവ് പറയുക, ഗിവ് മീ എ ചാൻസ്. കർത്താവ് പറയുന്നത് എൻ്റെ ആത്മാവിനൊരു അവസരം കൊടുക്കും. 1 നൂറ്റാണ്ടും 40 വർഷവുമായിട്ട് നടക്കാത്ത കാര്യം 2 മാസം തികച്ചില്ലെന്നേ, 52 ദിവസങ്ങൾ കൊണ്ട് സാധിപ്പിച്ചൊരു ദൈവം ജൂലൈ മാസം 1 മുതൽ ബ്ലെസ്സിംഗ് ടുഡേ കുടുംബത്തിൽ ജനങ്ങളുടെ വിവിധ വശങ്ങളിൽ പുതുക്കിപ്പണിയുവാൻ പ്രവർത്തിക്കുന്ന സമയത്ത് സഹകരിക്കാൻ, കൈകോർക്കാൻ, പരിശുദ്ധാത്മാവിനോട് ചേർന്ന് നിൽക്കുവാൻ തീരുമാനമെടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊരു ചരിത്രം കുറിക്കുന്നൊരു സീസൺ തന്നെയായിരിക്കും. ഞാൻ ആത്മാവിൽ പ്രവചിച്ചു പറയുകയാണ്, വേണമെങ്കിൽ ഏറ്റെടുത്തോ. സാക്ഷ്യങ്ങളുടെ കൂമ്പാരം സഭ കാണും. സാക്ഷ്യങ്ങളുടെ ദാരിദ്ര്യം മാറും. പറഞ്ഞു നിൽക്കുവാൻ കഴിയാത്തതുപോലെ സാക്ഷ്യങ്ങൾ വരും. അത്രയും ദൈവപ്രവൃത്തി വെളിപ്പെടുമെന്നാണ് ഈ പറഞ്ഞത്. അപ്പോൾ ഒരു സമർപ്പണ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ 52 ദിവസങ്ങൾ കർത്താവിനോട് ചേർന്നിരുന്ന് ദൈവിക പദ്ധതിയിലേക്ക് വരുവാൻ സമർപ്പിക്കുന്നവരെല്ലാം എഴുന്നേറ്റ് നിന്ന് കൈകളെ ഉയർത്തി എന്നോട് ചേർന്ന് പറയാം, ഉറക്കെ പറയാം, കർത്താവേ, എൻ്റെ ജീവിതത്തിൽ തകർന്നു കിടക്കുന്ന എല്ലാ മേഖലകളും നിസ്സാര സമയം കൊണ്ട് പണിതുയർത്തുവാൻ എന്നെ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ പദ്ധതിയിലേക്ക്, വേഗതയിലേക്ക്, പ്രവർത്തനങ്ങളിലേക്ക് എന്നെ സമർപ്പിക്കുന്നു. ആ കൈ നന്നായിട്ട് ഉയർത്തിപ്പിടിച്ച് നിങ്ങൾ ചെയ്യേണ്ടത്
ആ മേഖലകളൊന്ന് കർത്താവിനോട് പറയാമോ? എവിടെയാണ് ഇടിഞ്ഞു കിടക്കുന്നത്, എവിടെയാണ് തകർന്നു കിടക്കുന്നത്? ആ മേഖലകളൊന്ന് പറ. എല്ലാ കൈകളും ഉയർത്തിപ്പിടിച്ചോണ്ട് നന്നായിട്ട് ഉയർത്തിക്കോ. മേഖലകൾ പറ, മേഖലകൾ പറ. എന്ത് മേഖലയാണ് ഒരു ഇടിവ് വന്നത്, തകർന്നു പോയത്, ശത്രുക്കൾ പൊളിച്ചിട്ടത്? പറ. ശുശ്രൂഷകർ പ്രാർത്ഥിക്കുക, ശുശ്രൂഷകർ പ്രാർത്ഥിക്കുക. അമ്മമാരൊന്ന് പ്രാർത്ഥിച്ച്. തിരക്ക് പിടിക്കണ്ട, പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുക. ഒരു സൻബല്ലത്തിനും ഒരു തോബിയാവിനും എതിർത്ത് നിൽക്കുവാൻ കഴിയാത്ത ദൈവത്തിന്റെ പ്രവൃത്തി. ദൈവത്തിന്റെ കരം ഞങ്ങളോട് കൂടെ ഇരുന്നത് കൊണ്ട് 52 ദിവസങ്ങൾ കൊണ്ട് ഞങ്ങൾ മതിൽ പണിത് പൂർത്തിയാക്കി. ഞാനിതാ ഉറക്കെ പ്രഖ്യാപിക്കുന്നു, ദൈവത്തിന്റെ കരം നിന്നോടുകൂടെ അത്രേ. ദൈവം എതിർ കക്ഷിയല്ല, ദൈവം സ്വന്തം കക്ഷി അത്രേ. ദൈവം നിന്റെ പക്ഷത്തുണ്ട്. ദൈവം എന്റെ പക്ഷത്തുണ്ടെങ്കിൽ ഞാൻ ആരെ പേടിക്കും? ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ ആരെനിക്ക് പ്രതികൂലം? ഈ സമയത്തൊക്കെ വലിയ ശക്തിയുടെ പകർച്ച ഞാൻ കാണുന്നു മക്കളെ. ഓരോ സഹോദരിമാരിലും സഹോദരന്മാരിലും എല്ലാ സഭകളിലും ശുശ്രൂഷകന്മാരിലും ശക്തിയുടെ ഒരു വലിയ പകർച്ച ഞാൻ കാണുന്നു. വേണ്ടവർ റെക്കഗ്നൈസ് ചെയ്യുക, തിരിച്ചറിയുക, തിരിച്ചറിയുക. ഈ അന്തരീക്ഷത്തിൽ ശക്തി സ്വീകരിക്കുക. ബാലിക, ബാലന്മാർ, മുതിർന്നവർ ശക്തിയെ സ്വീകരിക്കുക. ദൈവത്തിന് പണിയുവാൻ തടസ്സമായി നിൽക്കുന്ന സകലത്തെ ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിച്ച്, അനുദപിച്ച് പ്രാർത്ഥിച്ച്, ദൈവത്തിന് പ്രവർത്തിക്കുവാൻ തടസ്സമായി എൻ്റെ ജീവിതത്തിലുള്ളതെല്ലാം പറഞ്ഞേ പ്രാർത്ഥിക്കേ. അതെല്ലാം ദൈവത്തോട് പറ, 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 പറ. എല്ലാവരും, എല്ലാവരും. ഈ അന്തരീക്ഷത്തിൽ ഭയങ്കരമായ ചില വിടുതലുകളും രോഗസൗഖ്യങ്ങളും നടക്കുക. നിരാശയുടെ കെട്ടുകൾ അഴിയുന്നു. താഴേക്ക് താഴേക്ക് പറക്കാൻ കഴിയാതെ താഴേക്ക് താഴേക്ക് വലിച്ചിരുത്തുന്ന കയറുകൾ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അറുത്തു മാറ്റുക. നിരാശയുടെ എല്ലാ പാശങ്ങളെയും ഞാൻ മുറിച്ചു കളയും. സ്വതന്ത്രമാകട്ടെ, സ്വതന്ത്രമാകട്ടെ, സ്വതന്ത്രമാകട്ടെ. അതുപോലെ തന്നെ ഇപ്പോൾ സകല രോഗങ്ങളും, പ്രത്യേകിച്ച് ചെസ്റ്റ് പെയിൻ, നെഞ്ചുവേദനയുമായി പ്രയാസപ്പെടുന്നവർ ഇപ്പോൾ സൗഖ്യമാകുകയാണ്. എല്ലാ ശരീരങ്ങളിലേക്കും ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങുന്നു. ശക്തി അവനിൽ നിന്നും പുറപ്പെട്ടിരിക്കുന്നു. നിന്നിലേക്ക് ഇരച്ച് പാഞ്ഞു വരുന്ന ദൈവശക്തി സകല രോഗങ്ങളും, ഹൈപ്പർ ടെൻഷൻ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ മാറിപ്പോകട്ടെ. നട്ടെല്ലിന് പ്രയാസമുള്ളവർ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. കുടഞ്ഞുകളയുക, രോഗങ്ങളെ കുടഞ്ഞുകളയുക. രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ കുടയുക,
യേശുവിന്റെ നാമത്തിൽ എന്നെ വിട്ടു പോകാൻ പറയും. 2 കൈകളുടെ കുടയുക. ഷുഗർ യേശുവിന്റെ നാമത്തിൽ, ഡയബറ്റീസ് കുടഞ്ഞു കളയുക യേശുവിന്റെ നാമത്തിൽ. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ബ്ലഡ് പ്രഷർ കുടഞ്ഞു കളയുക യേശുവിന്റെ നാമത്തിൽ. കൊളസ്ട്രോൾ കുടഞ്ഞു കളയുക യേശുവിന്റെ നാമത്തിൽ. എല്ലാ രോഗങ്ങളും, ക്യാൻസർ ആകട്ടെ, ഏത് രോഗമായാലും യേശുവിന്റെ നാമത്തിൽ കുടഞ്ഞു കളയുക. എനിക്ക് വേണ്ടെന്ന് പറ, എനിക്ക് ഈ രോഗം വേണ്ട പറ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. എല്ലാ അലർജികളും കുടഞ്ഞു കളയുക യേശുവിന്റെ നാമത്തിൽ. വേദനകൾ വിട്ടുപോകട്ടെ, PCOD മാറിപ്പോകട്ടെ യേശുവിന്റെ നാമത്തിൽ. ഏത് രോഗവും സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എല്ലാ അനാവശ്യമായ ബ്ലീഡിങ്ങും നിൽക്കട്ടെ. എന്തൊക്കെയോ മുഴകൾ അപ്രത്യക്ഷമാകുന്നുണ്ട്. ഈ ഒരു അന്തരീക്ഷത്തിൽ മുഴകൾ അപ്രത്യക്ഷമാകും. ശരീരത്തിൽ എവിടെയെങ്കിലും മുഴകളോ ട്യൂമറുകളോ സിസ്റ്റുകളോ ലംബുകളോ ഒക്കെ ഉണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ അത് അപ്രത്യക്ഷമാകാം. ശരീരത്തിനകത്താകാം, പുറത്താകാം. എല്ലാ നൊഡ്യൂളുകളും യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. പുതിയ ഒരു കാലഘട്ടം ഞാൻ പറയാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ഒരു പുതിയ ഈറ പോലെ ഒരു പുതിയ കാലഘട്ടം ദൈവം നിന്റെ ജീവിതത്തിലേക്ക് തരികയാണ്. ഒരു പുതിയ സീസൺ ആരംഭിക്കുക എന്ന് വെച്ചാൽ ഈ വർഷത്തിൻ്റെ സെക്കൻഡ് ഹാഫ്, ജൂലൈ 1 മുതൽ ഇങ്ങോട്ട് ഒരു പുതിയ സീസൺ കർത്താവ് നിന്റെ ജീവിതത്തിൽ ഇനോഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കും. 1-ാം തീയതി തുടങ്ങി ഒഫീഷ്യൽ ഇനോഗ്രേഷൻ ഇന്ന് നടക്കുകയാണ്. നാളെ തിങ്കളാഴ്ച M3 നടക്കാൻ പോവുക. M3 എന്ന് പറഞ്ഞാൽ മൺഡേ മിനിസ്റ്റേഴ്സ് മീറ്റിംഗ്. 3 M ആണ് M3. നാളത്തെ മീറ്റിങ്ങിൽ ഞാൻ ശുശ്രൂഷിക്കും. ഞായറാഴ്ചകളിൽ വരാൻ വേണ്ടി തിങ്കളാഴ്ചകളിൽ വരാൻ നിയോഗിക്കപ്പെട്ടവർ മാത്രം ഒന്ന് കൈ ഉയർത്താമോ? എല്ലാ സോണൽ മിനിസ്റ്റേഴ്സ്, ബ്ലെസ്സിംഗ് ഗ്രൂപ്പ് മിനിസ്റ്റേഴ്സ് തുടങ്ങിയുള്ള എല്ലാവരും കൈകൾ നന്നായിട്ട് ഉയർത്തേ. നാളെ വൈകിട്ട് 7 മണിക്ക് ഇവിടെ ഉണ്ടായിരിക്കണം. കാരണം ഇതിൻ്റെ തുടർച്ചയായ ചില പ്രവൃത്തികൾ നിങ്ങളുടെ ശുശ്രൂഷയിലേക്ക് കർത്താവ് റിലീസ് ചെയ്യാൻ പോവുക. ഇതുവരെ ചെയ്ത പരിപാടിയല്ല. ഒരു പുതിയ യുഗം നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ഇനോഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ആ ദൈവപ്രവൃത്തിയോടും പരിശുദ്ധാത്മാവിൻ്റെ മൂവിനോടും ദയവായി നിങ്ങൾ സഹകരിക്കുക. മിസ് ചെയ്യരുത്. മഴയാണെന്ന് പറയരുത്, സമയം കിട്ടിയില്ലെന്ന് പറയരുത്, മൂടില്ലെന്ന് പറയരുത്. കർത്താവ് ഇത്രയൊക്കെ ചെയ്തപ്പോൾ ഹല്ലേലൂയ, പ്രൈസ് ഗോഡ്. ഒരു പ്രാവശ്യം കൂടെ കൈകൾ ഉയർത്തി ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിച്ച്, അംബ്രോസ് ബ്രദറെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എല്ലാവരും കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ച്. കർത്താവേ, ഞങ്ങൾ ഒരുമിച്ച് ഒരിക്കൽ കൂടെ ഞങ്ങളുടെ സന്നിധിയിലേക്ക് അടുത്തു വരുന്ന കർത്താവെ, പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ പണിതുയർത്തുന്ന ഈ ഒരു സീസണിൽ കർത്താവെ, ഞങ്ങൾക്ക് വലിയൊരു രൂപാന്തരം ഉണ്ടാകട്ടെ. കർത്താവെ, ഞങ്ങളുടെ അകത്തൊരു പണി നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എവിടെയൊക്കെ ഇടിഞ്ഞു കിടക്കുന്നുണ്ടോ, എവിടെയൊക്കെ മതിലുകൾ ഇടിഞ്ഞു കിടക്കുന്നുവോ, എവിടെയൊക്കെ വിള്ളലുകൾ വന്നു കിടക്കുന്നുവോ, അവിടെയെല്ലാം റീകണക്ഷൻ ഉണ്ടാകട്ടെ, റീസ്റ്റോറേഷൻ ഉണ്ടാകട്ടെ, പുനഃസ്ഥാപനങ്ങൾ ഉണ്ടാകട്ടെ, മടങ്ങി വരലുകൾ ഉണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങേയുമായിട്ടുള്ള ആദ്യ സ്നേഹത്തിലേക്ക് ഞങ്ങൾ മടങ്ങി വരുന്ന കർത്താവേ, പരിശുദ്ധാത്മാവിനെ ഞങ്ങളെ സഹായിക്കണമേ, ഞങ്ങളെ മെനയണമേ. പരിശുദ്ധാത്മാവേ, കടുത്ത ചൂടിൽ അത് കർത്താവെ ആ ഇരുമ്പ് തണ്ടിനെ അടിച്ച് അതിനെ ഷേപ്പ് വരുത്തുന്നത് പോലെ, അതിൻ്റെ ആകൃതി മാറ്റുന്നത് പോലെ കർത്താവെ, ഞങ്ങൾക്ക് വലിയൊരു കർത്താവെ രൂപാന്തരം, വലിയൊരു മാറ്റം പരിശുദ്ധാത്മാവയുടെ അഗ്നിയാൽ സംഭവിക്കട്ടെ. അതിനുവേണ്ടി പരിശുദ്ധാത്മാവിന്റെ സന്നിധിയിലേക്ക് ഞങ്ങളെ തന്നെ കർത്താവ്
ഞങ്ങൾ വെച്ചു തരികയാണ്. പരിശുദ്ധാത്മാവെ ഞങ്ങളെ മെനയണമേ. പരിശുദ്ധാത്മാവേ, bend us Holy Spirit. ഞങ്ങളെ കർത്താവ് അങ്ങയുടെ ഹൃദയപ്രകാരം കർത്താവേ, അങ്ങ് കർത്താവെ വളയ്ക്കണമേ, അങ്ങ് തിരിക്കണമേ, മൂർച്ച വർദ്ധിപ്പിക്കണമേ, ഷാർപ്പൻ ചെയ്യണമേ. വേണ്ടാത്ത ഇടങ്ങളെല്ലാം അങ്ങ് മുറിച്ചു കളയണമേ. അങ്ങ് ഞങ്ങളെ ചെത്തി വെടിപ്പാക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ മെനയണമേ കർത്താവേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ കൈപിടിച്ച് നടത്തണമേ. പരിശുദ്ധാത്മാവായിട്ടുള്ള ചങ്ങാത്തം കൂട്ടുകെട്ട് ഞങ്ങൾക്ക് തരണമേ കർത്താവേ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ഞങ്ങളെ എടുത്തുകൊണ്ട് പോകണമേ. ആ കാറ്റിനോടൊപ്പം ദേശാടന പക്ഷികൾ കാറ്റടിക്കുമ്പോൾ അതിലേക്ക് വെച്ചു തരുന്നത് പോലെ പരിശുദ്ധാത്മാവെ ഞങ്ങളെ ലീഡ് ചെയ്യണമേ. ഞങ്ങളെ കൊണ്ടുപോകണമേ കർത്താവേ. ഞങ്ങളുടെ പരിശ്രമങ്ങളെക്കാൾ, ഞങ്ങളുടെ കഠിനാധ്വാനങ്ങളെക്കാൾ, ഞങ്ങളുടെ വിൽ പവറിനേക്കാൾ കാര്യങ്ങളെ സാധ്യമാക്കുന്ന ദീർഘദൂരങ്ങളിലേക്ക് ഞങ്ങളെ കൊണ്ടുപോകുന്ന പരിശുദ്ധാത്മാവേ, അങ്ങയോടൊപ്പം യാത്ര ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ആ സീസണുകളെ തിരിച്ചറിഞ്ഞ് അതിനോട് ചേർന്ന് ചലിക്കുവാൻ പരിശുദ്ധാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ, ആമേൻ.